إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحابه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعظمة وصبه المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلنا وأولادنا وأصحابنا وأحبابنا وأساتذتنا من كل مهنة وفتنة وبؤس ومرض وشدة وضيق وضير إنك ولي لكل خير ومتفضل بكل خير ومعط لكل خير. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا يا رب العالمين. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأقاربنا وأساتذتنا من الديون والمظالم والنيران. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار ولا تجعلنا من حطب النار ولا تجعلنا من حطب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. لا تجعل منا ولا فينا ولا معنا ولا شقيا ولا مطرودا ولا مهروما. اللهم ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم ارزقنا ثواب ليلة القدر يا رب العالمين. اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. അല്ലാഹുവേ, പടച്ചവനെ, അനുഗ്രഹീതമായ ഈ മസ്ജിദിലെ ഞങ്ങളുടെ ഇഅ്തികാഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സ്വർഗ്ഗലോകം അതിന്റെ പരിമളമെങ്കിലും അനുഭവിക്കാൻ നീ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ വിധി കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളാണ് റഹ്മാനെ, അതിനുള്ള അർഹതയും യോഗ്യതയും ഞങ്ങൾക്കോ ഞങ്ങളുടെ അഅ്മാലുകൾക്കോ ഇല്ല പടച്ചവനെ. ഈ പാവപ്പെട്ട ഞങ്ങൾ ഈ റമളാനിന്റെ 29-ാം രാവിൽ നിന്റെ പവിത്രമായ പള്ളിക്കകത്ത് നല്ല നിയ്യത്തോടുകൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു റഹ്മാനെ. ഇതിന് പകരം നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആ സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതങ്ങളെ അനുഭവിക്കാൻ ആസ്വദിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഈമാനികമായ ആവേശം ഞങ്ങൾ നിലനിർത്തി തരണമേ അല്ലാഹ്. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞുപോയ മുൻഗാമികളുടെ എല്ലാ ഖബറുകളും നീ വിശാലമാക്കണേ പടച്ചവനെ. ഈമാനില്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഈമാനില്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. اللهم اعتقنا من النار. اللهم اعتقنا من النار. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. صل على النبي محمد وآله
وصحبه أجمعين الحمد لله رب العالمين. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ റമളാൻ ശരീഫിന്റെ 29-ാം രാവ് ഒരുപക്ഷെ നമ്മുടെ ഈ വർഷത്തെ റമളാനിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാന ഇഅ്തികാഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴയത്തും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പവിത്രമായ പള്ളിയിലേക്ക് ഇഅ്തികാഫിന് വേണ്ടി വന്ന സഹോദരങ്ങളെ സ്വർഗത്തിന്റെ തിളനീര് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്നലെ പറയാമെന്ന് പറഞ്ഞ വിഷയം പ്രധാന ഭാഗം പറയാതെ ബാക്കിയൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. സ്വർഗത്തിന്റെ വെള്ളം, സ്വർഗത്തിന്റെ പാല്, സ്വർഗത്തിന്റെ കട്ടില്, സ്വർഗത്തിന്റെ കൊട്ടാരം, സ്വർഗത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും വളരെ ചുരുങ്ങിയ രീതിയിൽ, ഒരുപാട് വിശദീകരിച്ചാൽ നമുക്ക് അത് പറഞ്ഞു തീർക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിലാണ് നാം സ്വർഗത്തിന്റെ ആ വിഭവ സമൃദ്ധമായ സ്വീകരണത്തെക്കുറിച്ച് നാം ഇന്നലെ ചർച്ച ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതത്തിൽ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂൽ തണുപ്പത്ത് ഉണർന്നെണീച്ചു വന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തണുപ്പറിയാതിരിക്കാൻ ചൂടുവെള്ളം അള്ളാന്റെ റസൂലിന്റെ മുമ്പ് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സഹാബി, ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന് എന്താവശ്യമുണ്ടെങ്കിലും അതൊക്കെ നിറവേറ്റി കൊടുക്കുന്ന, ചെയ്തു കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹാബി. അള്ളാഹുന്റെ റസൂലിന് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. എന്ത് ചോദിച്ചാലും എന്താവശ്യമുണ്ടെങ്കിലും ഓടി വന്ന് അത് ചെയ്തു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ നല്ല തണുപ്പുള്ള ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിന് വേണ്ടി കണ്ണു തുറന്നപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പേ ഈ സഹാബി തണുത്ത വെള്ളവുമായി നിൽക്കുകയാണ്. നബിയെ, അവിടത്തേക്ക് ഉളു ചെയ്യാൻ വേണ്ടി, ചൂട് വെള്ളവുമായി നിൽക്കുകയാണ്, അവിടത്തേക്ക് ഉളു ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളം കൊണ്ടുവന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചൂട് വെള്ളം കൊണ്ട് ആ തണുപ്പത്ത് ഉളു എടുത്തപ്പോ ശരീരത്തിന് വല്ലാത്ത സുഖം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. എന്നെ ഇത്രത്തോളം സ്നേഹിച്ച്, എന്നെ എന്നോട് ഇത്രത്തോളം താല്പര്യം കാണിച്ചിട്ട് എനിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞിരുന്ന് ഒളുവെടുക്കുന്നതിനുള്ള വെള്ളം പോലും എന്റെ ആവശ്യാനുസരണം എനിക്ക് കൊണ്ടു തന്ന ഈ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇതിന് പകരം നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കും, ഇതിന് പകരം നിനക്ക് എന്ത് വേണം ചോദിക്കും. ഒരു അവസരമാണ്. നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാലോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും അത് പറ്റിപ്പ് കേസാണ്, കിട്ടാൻ പോണില്ല, അടുത്ത ആഴ്ച പറയാം, അതിന്റെ അടുത്ത ആഴ്ച പറയാമെന്ന് പറയാൻ നീട്ടിക്കൊണ്ടുപോയുള്ള സംഭവം നടക്കൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചോദിക്കുന്നത്. എന്ത് വേണം റബീഅ നിനക്ക്? ഇതിന് പകരം നിനക്ക് എന്ത് വേണം? എന്ത് ചോദിച്ചാലും ഞാൻ തരും. കാരണം റസൂലുള്ള കൊടുക്കേണ്ട അള്ളാഹിനോടൊന്ന് പറഞ്ഞാൽ മതി. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞാൽ പടച്ചോൻ എന്തും കൊടുക്കും. അതുകൊണ്ട് റബീഅ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? ഇങ്ങനൊരു അവസരം കിട്ടുമെന്നുറപ്പുള്ള ഒരു വസ്തു നമുക്ക് കിട്ടും, ഒരു സംശയവുമില്ല. ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസ്ഥ ജീവിതത്തിൽ എനിക്കോ നിങ്ങൾക്കോ കിട്ടിയാൽ നമ്മൾ എന്ത് ചോദിക്കും? പെണ്ണ് കെട്ടാത്തവരാണെങ്കിൽ നല്ലൊരു പെണ്ണ് ചോദിക്കും, പെണ്ണ് കെട്ടിയവരാണെങ്കിൽ നല്ല 2 മക്കളെ ചോദിക്കും, മക്കളുള്ളവരാണെങ്കിൽ മക്കളെ കെട്ടിക്കണമെന്ന് ചോദിക്കും, വീടില്ലാത്തവരാണെങ്കിൽ വീട് ചോദിക്കും. എന്ത് ചോദിച്ചുകൂടാ? നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തും നമ്മൾ ചോദിക്കും. പക്ഷെ റബീഅ റളിയല്ലാഹു അൻഹു അത് ഉപയോഗപ്പെടുത്തുകയാണ്. ആ സന്ദർഭം, ആ സമയം റബീഅ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കുടുംബം വല്ലാത്ത കഷ്ടപ്പാടിലാണ്, എന്റെ കുടുംബം വല്ലാത്ത പട്ടിണിയിലാണ്. ഞാൻ ഒരുപാട് ദുഃഖവും ദുരിതവും പ്രയാസവും വേദനയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹാബിയാണ്. അള്ളാന്റെ റസൂൽ എന്നോട് എന്ത് വേണം എന്നാണ് ചോദിച്ചത്. എനിക്ക് അവിടത്തേക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മുഖത്ത് നോക്കി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ 2 കണ്ണും നിറച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അസ്അലുക മുറാഫതക ഫിൽ ജന്ന,
അസ്അലുക മുറാഫഖക ഫിൽ ജന്നാ. നബിയേ, അവിടത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കൊട്ടാരം വേണ്ട, എനിക്ക് സൗഭാഗ്യം വേണ്ട, എനിക്ക് സമ്പാദ്യം വേണ്ട, എനിക്ക് ഈ ദുനിയാവിന്റെ ദുന്യവിയാന ഒരു സുഖങ്ങളും ഒരാഡംബരങ്ങളും വേണ്ട റസൂലേ. അവിടുന്ന് ഇതിനു പകരമായി എനിക്കെന്തെങ്കിലും തരുന്നെങ്കിൽ അസ്അലുക മുറാഫഖക ഫിൽ ജന്നാ, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കണം. അതൊരു വല്ലാത്ത ആഗ്രഹമാണ് നബി. അള്ളാന്റെ റസൂൽ പറഞ്ഞു, റബിയ വേറെ വല്ലതും ചോദിച്ചുകൂടെ? അത് തന്നെ വേണം. അതെത്തി കഷ്ടപ്പാടുള്ള പണിയാണ്, അത് തന്നെ വേണോ റബിയ? റബിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അവിടത്തേക്ക് സേവനം ചെയ്യുന്നതിന് പകരം എനിക്ക് അവിടുന്ന് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് മാത്രം മതി, അത് മാത്രം മതി, അതല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്തെല്ലാം ചോദിക്കാമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചില്ല. അവിടെ നിന്നാണ് പറഞ്ഞത്, അവിടെ നിന്നാണ് എന്നോട് പറഞ്ഞത്. വിളിച്ചുണർത്തിയിട്ട് അത്താഴമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ആലോചിച്ച് നോക്ക്. ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്, അതുകൊണ്ട് എനിക്ക് അത് മതി, തരുന്നെങ്കിൽ അത് മതി, അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശരി, അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു നിന്റെ കാര്യം പരിഹരിക്കാം, പക്ഷേ ഒരു ദുആ കൊണ്ടത് കിട്ടില്ല. സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കുക എന്ന പദവി പോയി സ്വർഗം പോലും ഒരു ദുആ കൊണ്ട് കിട്ടില്ല. അതിനൊരുപാട് പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് റബിയ, സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കണം എന്നുള്ളതിന്റെ ആഗ്രഹം നടത്താൻ എന്നെ നീ ഒന്ന് സഹായിക്കണം. റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം നബി? അവിടെ നിന്ന് പറഞ്ഞാലും അതൊക്കെ ഞാൻ ചെയ്യാം. അള്ളാഹുവിന്റെ ഹബീബാന പ്രവാചകർ പറഞ്ഞു, ഫഇന്നീ അലയ്യ ബികസറത്തിസ് സുജൂദ്, ഒരുപാട് സുജൂദ് ചെയ്യണം റബിയ, ഒരുപാട് സുജൂദ് ചെയ്യണം റബിയ. നീ ഒരുപാട് എണ്ണമില്ലാതെ നിസ്കാരങ്ങൾ, ഒരുപാട് നമസ്കാരങ്ങൾ ചെയ്ത് ആ സുജൂദിന് പകരമായിട്ട് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കാനുള്ള പദവി തരും റബിയ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ റൗളാടെ മുന്നിൽ പോയാലും നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിക്കുന്നവരാ നമ്മൾ. 100 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോഴും അതിന് പകരം സ്വർഗം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രവാചകന്റെ പിന്നാലെ നടന്ന് പ്രവാചകൻ എന്ത് ചെയ്യണം അത് മുഴുവനും ചെയ്തു കൊടുത്ത ഒരു സഹാബി, ആ സഹാബിക്ക് ഒരു ദുആ കൊണ്ട് സ്വർഗം കിട്ടൂല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 24 മണിക്കൂർ എനിക്ക് വേണ്ടി ജോലി ചെയ്ത് എന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്ന റബിയ, നീ സ്വർഗം വേണമെന്ന് പറഞ്ഞെങ്കിൽ, ആ സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ, അത് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നിനക്ക് തരില്ല. മറിച്ച് അത് നിനക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്ന് റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്, വഇന്നി അലയ്യ ബികസറത്തിസ് സുജൂദ്, കുറെ സുജൂദുകൾ ചെയ്തുകൊണ്ട് നീ എന്നെ ആ വിഷയത്തിൽ സഹായിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വേറൊരാൾ വന്നിട്ട് പറഞ്ഞില്ലേ, നബിയെ എന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മൂസാ നബി പറഞ്ഞു, എന്താ നിന്റെ ആഗ്രഹം? അയാൾ പറഞ്ഞു, അത് ഞാൻ പറയില്ല. ചില ആൾക്കാർ പറയില്ല, ഉസ്താദ് ആഗ്രഹം നടക്കാൻ വേണ്ടി 101 രൂപ, എന്താ ആഗ്രഹം? അത് പറയില്ല. ആഗ്രഹം ചിലപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താ ആഗ്രഹം? അയാൾ പറഞ്ഞു, ആഗ്രഹം എന്തെന്ന് പറയില്ല, അവിടെ ദുആ ചെയ്താൽ മതി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ ഒരു സാധുവായ സഹോദരനല്ലേ, ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്തേക്കാം. മൂസാ നബി അള്ളാഹുവിന്റെ കലീമാണ്, അള്ളാഹുവിനോട് സംസാരിച്ച വ്യക്തിയാണ്, സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, പടച്ചോനെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാഹ്. 2 ദിവസം കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നുപോയ വനാന്തരത്തിന്റെ ഉള്ളറകളിൽ വന്യജീവികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ട് വലിച്ചു കീറപ്പെട്ടതായ ഈ ദുആ ചെയ്യാൻ പറഞ്ഞ സഹോദരന്റെ ശരീരം കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോയി. മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, എന്നോട് ആഗ്രഹം നടക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളാണിത്, ഞാൻ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ വേണ്ടിയാണ് നിന്നോട് ദുആ ചെയ്തത്. ഇയാളുടെ ആഗ്രഹം വനാന്തരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടലായിരുന്നോ, വന്യ മൃഗങ്ങൾ വന്ന് ആക്രമിക്കലായിരുന്നോ, ചവച്ചു തുപ്പലായിരുന്നോ? പടച്ചവനെ, എന്താണ് ആ മനുഷ്യന്റെ ആഗ്രഹം ഇതായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹു പറയുന്നു, മൂസ നബിയേ, ആ മനുഷ്യന്റെ ആഗ്രഹം എന്തായിരുന്നെന്നറിയോ? സ്വർഗത്തിൽ സുന്ദരമായ ഒരു വിജയം നേടണമെന്നാണ്. സ്വർഗത്തിൽ വിജയികൾ കടന്നു പോകുന്ന ആ സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതം അയാൾക്ക് നേടണമെന്നായിരുന്നു മൂസ നബിയെ. പക്ഷെ അതയാളെ ദുആ ചെയ്തെങ്കിലും
അയാളുടെ നിങ്ങളുടെ ദുആ ചെയ്ത ആ ദുആ സ്വീകരിച്ച് എനിക്ക് നിർബന്ധമാണ്, സ്വീകരിച്ചേ പറ്റൂ. അത്രയ്ക്ക് മഹബത്താണ് അള്ളാഹും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും. പക്ഷേ ദുആ സ്വീകരിക്കാം, പക്ഷെ ആ മനുഷ്യനെ സ്വർഗത്തിൽ പോകാനുള്ള ഇബാദത്ത് അയാളുടെ ജീവിതത്തിലില്ല. അയാളുടെ അമലുകൾ പരിശോധിച്ച് നോക്കിയപ്പോ തറാവീഹില്ല, നോമ്പില്ല, സകാത്തില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോ നിങ്ങളുടെ ദുആ സ്വീകരിക്കുകയും വേണം, അയാൾക്ക് സ്വർഗം കൊടുക്കുകയും വേണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചു. അദ്ദേഹം വനാന്തരത്തിലൂടെ പോകുമ്പോൾ ഓരോ മൃഗങ്ങൾ അദ്ദേഹത്തെ ഓട്ടിച്ചിട്ട് കടിക്കാൻ തുടങ്ങി. അയാൾ അല്ലോ അല്ലോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി. വീണ്ടും ഇങ്ങനെ വന്യമൃഗങ്ങൾ ഒന്ന് ആക്രമിച്ച് അവസാനം ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വന്യമൃഗങ്ങൾ കടിച്ച് തുപ്പിയതിനു ശേഷം ആ കഷ്ടപ്പാടിന് പകരമായിട്ട് ഞാൻ അവന് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, പടച്ചോൻ അങ്ങനെയാണെങ്കിൽ സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്തത് കൊണ്ടാണോ ഭൂമി കുലുങ്ങിയത്? അതുകൊണ്ടല്ല. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടല്ല ഭൂമി കുലുങ്ങിയത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, കരുണയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അവസാനം അള്ളാഹുവിന്റെ ഖുർആനിലെ ചില ആയത്തുകൾ നമ്മൾ മറന്നു പോകരുത്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. അള്ളാഹുവിന്റെ ഒരു പിടിയുണ്ട്, ഇങ്ങനെ ഒരു പിടി, അത് ലശദീദ്, അത് വളരെ കട്ടിയുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉറുമ്പും കൂട്ടത്തെ നമ്മൾ ഇങ്ങനെ ഞവിടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ അഹങ്കാരികളെയും മനുഷ്യരെയും അഹങ്കാരികൾക്കിടയിലുള്ള വിനയമുള്ളവരെയൊക്കെ ഒരു പിടിയെന്ന് പിടിക്കും പടച്ചു. ആ തിരഞ്ഞെടുത്ത് അല്ലാഹു ശിക്ഷിക്കൂല, മൊത്തത്തിലാണ് ശിക്ഷ. അങ്ങനെ ഒരു പിടി അല്ലാഹു പിടിക്കുമ്പോ എല്ലായിടവും കുലുങ്ങും. കുലുങ്ങാത്ത ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇന്നിപ്പോ മഗ്‌രിബിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. പോത്തങ്കോട് ഭാഗത്ത് 5 വീടാണ് തകർന്നു പോയത്. 5 വീട് പോത്തങ്കോട് ഭാഗത്ത് ഇന്ന് വൈകുന്നേരത്തെ കുലുക്കം കൊണ്ട് തകർന്നുപോയി. എങ്ങനെ കുലുങ്ങാതിരിക്കും? റമദാൻ മാസത്തിലെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പറയുന്ന ഈ കേരളത്തെ അള്ളാഹു എടുത്ത് മറിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, നാളെ റമദാനിന്റെ 29ാമത്തെ നോമ്പാണ്. നാളെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഭൂമി കുലുങ്ങാതിരിക്കും? ആലോചിക്ക്. ഇത് നിസാരമല്ല. ഇത് ഞാനും നിങ്ങളും കരുതുന്ന പോലെ കളിതമാശയല്ല. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, പടച്ചോനെല്ലാം അറിയുന്നവനാണ്. അള്ളാഹു നമ്മളെയൊക്കെ അവന്റെ കഠോരമായ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പെടുത്തുകയാണ്, അള്ളാഹു പ്രയാസപ്പെടുത്തുകയാണ്. ഇത്രത്തോളം കഷ്ടപ്പാടും പ്രയാസവും അള്ളാഹു കൊടുത്തിട്ട് അതിനു പകരം മൂസാ നബിയെ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആ സ്വർഗത്തിന്റെ ആ ദുആ ഖബൂലാക്കി തരികയാണ് എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗത്തിന്റെ വർണ്ണനകൾ തന്റെ പ്രിയപ്പെട്ട സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വർഗത്തിന്റെ അരുവിയും സ്വർഗത്തിന്റെ പാലും സ്വർഗത്തിന്റെ തേനും സ്വർഗത്തിന്റെ കട്ടിലും സ്വർഗത്തിന്റെ സ്ത്രീയും സ്വർഗത്തിന്റെ മക്കളും സ്വർഗത്തിന്റെ കൊട്ടാരവും സ്വർഗത്തിന്റെ തട്ടുകളുമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുമ്പോൾ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്രയോ സഹാബികൾ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നേടാനുള്ള പവർ ഈ പാവപ്പെട്ടവർക്കുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയാ ഇദ്മനൂലി സിത്തം മിൻ അൻഫുസികും അദ്മനുലകുമുൽ ജന്ന അദ്മനുലകുമുൽ ജന്ന. 6 കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഇദ്മനൂ ലീ സിത്തം മിൻ അൻഫുസികും അദ്മനുലകുമുൽ ജന്ന. 6 കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ അദ്മനുലകുമുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാ. സ്വഹാബാ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം അള്ളാന്റെ അടുത്തുനിന്ന് വാങ്ങി നിങ്ങൾക്ക് തരാം. അള്ളാന്റെ റസൂല് ഹബീബാണ്. ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത പദവി കൊടുത്തു. വകാന കാബ കൗസൈനി ഔ അദ്ന. അമ്പും വില്ലും അടുക്കണ പോലെ അള്ളാഹുവിനോട് മുത്തുനബി അടുത്തിരുന്നു എന്ന് സൂറത്ത് നജ്ം. അതുപോലെ ധാരാളം ആയത്തുകൾ, ഹദീസുകൾ, പണ്ഡിതന്മാരുടെ പ്രവചനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, പ്രബന്ധങ്ങൾ, പ്രഭാഷണങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ പറയുന്നു, സ്വർഗം കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോര സഹാബ, അതിലേക്ക് എത്താൻ പറ്റുമോ എന്ന് അത്ഭുതത്തോടെ ആലോചിച്ചുകൊണ്ട് പരിശീലിക്കുന്ന സഹാബ, 6 കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ അദ്മനുലകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം അള്ളാന്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിത്തരും എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
അള്ളാന്റെ റസൂൽ ലോകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ അറിയിച്ചു കൊടുത്തിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെറുതെ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ട് തമാശ പോലും പടച്ചോൻ പറഞ്ഞിട്ടേ മുത്തുനബി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അള്ളാന്റെ റസൂലിന്റെ സ്വയം ഇഷ്ടപ്രകാരം ഒന്നും ലോകത്ത് പറഞ്ഞിട്ടില്ല. ആ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 6 കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ. ആ ഉറപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? ഇത്രയും ദിവസം നമ്മൾ ഇത്തിക്കാഫിന് ഇത്രയും നോമ്പ് പിടിച്ച് ഇത്രയും തറാവീഹ് നിസ്കരിച്ചിട്ട് ഈ ഒരു 6 കാര്യത്തിൽ ഒരു ഉറപ്പ് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടാൻ അർത്ഥമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ 6 കാര്യം പറയുമ്പോൾ അതിനെ ഒന്ന് ഉറപ്പിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തടസ്സം മാറ്റാൻ നിങ്ങൾ തയ്യാറാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമിന്റെ മജ്ലിസ് ഇവിടെ നമ്മൾ മാത്രമല്ല, ഇവിടെ റഹ്മത്തിന്റെ മാലാഖമാര് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. നാം പറയുന്ന വാക്കും നമ്മുടെ അമലും നമ്മുടെ ആമീനും നമ്മുടെ ഇത്തിക്കാഫിന്റെ നിയ്യത്തും നമ്മുടെ മനസ്സും എല്ലാം ആ റഹ്മത്തിന്റെ മാലാഖമാര് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം അവരും ആമീൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 6 കാര്യം നേടാൻ മരിക്കുന്നതിന് മുമ്പ് നേടിയെടുക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഈ 6 കാര്യത്തിന് വിപരീതമായ എന്തെങ്കിലും നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അതിനെ അറുത്തു മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ നീ 6 കാര്യം ഉള്ളവരായി നമ്മൾ പുറത്തിറങ്ങാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ നിയ്യത്ത് ഖബൂലാക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ വിശദീകരിച്ച മാളികക്കകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വെറുതെ തന്നപോലെ സുന്ദരമായ കെട്ടിടത്തില് കൊട്ടാരത്തില് കട്ടിലില് വസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, മനോഹരമായ കട്ടിലിൽ ചാരിക്കിടന്നുകൊണ്ട് ഭാര്യയുമായി തോളത്ത് കൈയിട്ടുകൊണ്ട് ഉല്ലസിക്കാൻ കൊതിക്കുന്ന സഹാബ, സ്വർഗത്തിന് വേണ്ടി പാതിരാത്രി സുജൂദ് ചെയ്ത് പൊട്ടിക്കരയുന്ന സഹാബ, സമ്പാദിച്ച സമ്പാദ്യമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് വാരി വലിച്ചെറിഞ്ഞു കൊടുത്ത സഹാബ, ഒരു 6 കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ അളുമനുലക്കുമുൽ ജന്ന, അളുമനുലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. 6 കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരാം. ഒന്നാമത്തെ കാര്യം, ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉസ്ദുഖൂ ഇദാ ഹദ്ദസ്തു. ഉസ്ദുഖൂ ഇദാ ഹദ്ദസ്തും എന്ന് പറഞ്ഞാൽ എന്ത് സംസാരിച്ചാലും സത്യമായിരിക്കണം. ആദ്യത്തെ തന്നെ, എന്ത് സംസാരിച്ചാലും സത്യമായിരിക്കണം. ആലോചിച്ച് നോക്കി, എന്ത് സംസാരിച്ചാലും സത്യം പറയുമോ? ഇതെവിടെന്നാ വാച്ച്? ഇത് ചൈനയാണ്. ഭീമാപ്പള്ളിയിൽ നിന്ന് 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. ജപ്പാൻ പറഞ്ഞു. എന്നിട്ട് പെരുന്നാളിന് കിട്ടിയ പൈസ അല്ലാണ്ട് പാവപ്പെട്ടതിന് വാച്ച് 15 രൂപ വാച്ചും കൈ വെച്ച് കൊടുത്തിട്ട് രക്ഷപ്പെടും. നമ്മളെ നാട്ടിൽ 15 രൂപയ്ക്ക് കിട്ടുന്ന ഈത്തപ്പഴം മേഡിൻ അബൂദാബിയാണെന്ന് പറഞ്ഞ് സീലും അടിച്ച് 65 രൂപയ്ക്ക് 100 ഗ്രാം. എവിടെ എത്ര നോമ്പ് തുറക്കാൻ എത്ര പേർക്ക് നീ അങ്ങനെ കൊടുത്താലും നിന്റെ സ്വർഗമാണ് അതിലൂടെ നഷ്ടപ്പെടുന്നത്. വഞ്ചനയും എന്തെല്ലാം കാപട്യങ്ങളും കപടതകളും കള്ളങ്ങളും എല്ലാം നമ്മുടെ നാവിലാണ് തത്തിക്കളിക്കുക. ആലോചിച്ച് നോക്കി, നിസാരമല്ലാതെ കള്ളം പറയാൻ പാടില്ല, ആരോടും കള്ളം പറയാൻ പാടില്ല. ഇത്തികാവിന് വരണമെന്ന് പറഞ്ഞ് ശ്രീവൽമന പോയി പടവങ്ങനോട്ട് വീട്ടിൽ പോയി പെണ്ണുമ്പിള്ളോട്ട് അള്ളാണ് ഇത്തികാവിന് പോയതാണ് എന്ന് പറഞ്ഞ് പെണ്ണുമ്പിള്ള മുണ്ടുകൊടുപ്പം കഴിവെടുക്കുമ്പോഴാണ് ടിക്കറ്റ് കിടക്കുന്നത്. മച്ചോ എന്ന് വിളിക്കുമ്പോൾ അള്ളാണ് ഇത്തികാവിന് പോയത്, അത് വേറെ ആരാ കൊണ്ടിട്ടതാന്ന് പറയും. എന്നാലും നമ്മുടെ പറഞ്ഞതാണ്. ആരോട് പറഞ്ഞാലും കള്ളം തന്നെയാണ്. ഭാര്യയോട് പറഞ്ഞാലും മക്കളോട് പറഞ്ഞാലും കൂട്ടുകാരോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും കള്ളം തന്നെയാണ്. അതവിടെ രേഖപ്പെടുത്തപ്പെടും, അതവിടെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെടും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അള്ളാഹു സത്യം പറയാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഇന്ന് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഘടനയുടെ നേതൃത്വങ്ങളാണ്. ഈ ഓരോ പ്രസ്ഥാനത്തിന്റെ നേതൃത്വങ്ങൾ അവരുടെ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹദീസിനെയും ആയത്തിനെയും വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസ്ഥാനത്തെയും ഞാൻ അംഗീകരിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്, ഒരു പ്രസ്ഥാനത്തെയും അംഗീകരിക്കാതെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം വളച്ചൊടിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ആയത്താണ് ഹദീസാണ് എന്ന ഗൗരവം മനസ്സിന്റെ അകത്ത് തട്ടുന്നത് ഒരു വിശ്വാസിക്ക് മാത്രമാണ്. ഇല്ലെങ്കിൽ വളയ്ക്കാനും ഒടിക്കാനും നിഷ്പ്രയാസം അവന് സാധിക്കും. അല്ലാഹു കാക്കട്ടെ.
സാധാരണ മനുഷ്യരെ കുറിച്ച്, നമുക്കിടയിലുള്ളവരെ കുറിച്ച് പോലും അവരോട് പോലും കള്ളം പറയാൻ പാടില്ല എന്ന്. ഒരു കാര്യത്തിലും നമ്മൾ കളവ് പറയാനേ പാടില്ല. ഒരു തരത്തിലും കളവുമായി ബന്ധപ്പെടാനേ പാടില്ല. ഒരാളോടും നമ്മൾ കളവ് പറയാൻ പാടില്ല. ഒരു തരത്തിലും ഏത് ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും സ്വർഗം അതിനൊരു തടസ്സമാണ്. സ്വർഗം അതിനൊരു തടസ്സമാണ്. നീ 100 ഹജ്ജ് ചെയ്താലും നീ കളവ് പറയുന്നവനാണെങ്കിൽ നാക്കെടുത്തേ കളവ് പറയുള്ളൂ. അള്ളാഹുവിന്റെ മുന്നിൽ നിന്റെ ഹജ്ജൊന്നും സ്വർഗപ്രവേശനത്തിന് എന്റെ പ്രിയമുള്ളവരെ ഉതകില്ല. അത് മുഴുവനും നിന്റെ ഒരു കളവ് കൊണ്ട് അതൊക്കെ മുഴുവനും തടയപ്പെടുകയാണ്. നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ നാവ് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ നാവ് കൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്റെ പരസ്പരം കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് കളവ് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. കള്ളു കുടിച്ചിട്ട് ഗ്യാസ് മുട്ടായി വാങ്ങിച്ചു നിന്ന് മധുരമുള്ള മുട്ടായി നിന്ന് അറിയാതിരിക്കാൻ വീട്ടിൽ പോയിട്ട് ഹാ ഹാ യമഹ എന്ന് പറയടാ, ആഹാ നമഹ എന്ന് പറയടാ, ഹാ ഹാ എന്തേലും പറഞ്ഞാലും ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അള്ളാണ് കുടിച്ചില്ല, ഉമ്മച്ചാണ് കുടിച്ചില്ല, വാപ്പച്ചാണ് കുടിച്ചില്ല. എത്രയാണ് നമ്മളൊക്കെ ആലോചിച്ച് നോക്ക്. നമ്മുടെ മക്കൾ ദുശ്ശീലങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ഭാര്യമാരെയും നമ്മളെയും കണ്ടാണ് ആ മക്കൾ പഠിക്കുക. ആണയിടുന്ന എത്രയോ മക്കളുണ്ട്. അള്ളാണ്, ഉമ്മച്ചിയാണ്, കണ്ണിനാണ്, കബറിനാണ്, 10 കിതാബിനാണ്, 30 മുസാബിനാണ്. ആ ഒരു മുസാബേ ഉള്ളൂ. 30 മുസാബിനാണ്, 40 മുസാബിനാണ്. എന്തോരം ആണയിടല. നിങ്ങൾക്ക് നിർബന്ധമായും ഒരാൾ നീ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കണില്ല. നീ പറയുന്ന ഒരു കാര്യം, ഒരു വണ്ടി ഒരു സഹോദര സംഭാവന, നീ പറയുന്ന ഒരു കാര്യം ഒരാൾ വിശ്വസിക്കണില്ല. എന്നാൽ നിനക്ക് പറയേണ്ടത് എന്താ? വല്ലാഹി. അത്ര മാത്രമേ ഉള്ളൂ. വല്ലാഹി എന്ന് പറഞ്ഞാൽ റബ്ബിനെ തന്നെയാണ് സത്യം. നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ച് സംഭവം ഉള്ളതാ വല്ലാഹി എന്ന് പറയുക. അത്ര മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഈ ഒരാണ നിർബന്ധമായി നമുക്കിടാം. അല്ലാതെ അതിനുശേഷം വല്ലാഹി എന്ന ആണയിട്ടതിന് ശേഷം പിന്നെ എന്റെ ഉമ്മച്ചിയാണ്, എന്റെ വാപ്പച്ചിയാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയെന്നാ. കാരണം അള്ളാഹേക്കാളും വലുതാണ് പിന്നെ അവന്റെ ഉമ്മ, പിന്നെ അവന്റെ വാപ്പ. അവിടെ ശിർക്ക് സംഭവിക്കുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ മക്കൾക്ക് അത് ശീലിപ്പിക്കണം. നിർബന്ധമായും ആണയിടേണ്ടി വന്നാൽ വല്ലാഹി, അത്രയേ ഉള്ളൂ. അല്ലെ അള്ളാഹുവിന് തന്നെയാണ് സത്യം. അതിനപ്പുറത്തേക്ക് ഒരാണ നമ്മുടെ മക്കളെ കൊണ്ട് ഇടിപ്പിക്കരുത്. അതുപോലെ തന്നെ കളവ് പറയുന്നതിന് മക്കൾക്ക് പ്രചോദനം കൊടുക്കരുത്. എങ്ങനെ? മദ്രസയിൽ പോയില്ല 2 ദിവസം, ഉസ്താദ് ലെറ്റർ മാറ്റോട് ചെന്നെങ്കിലേ പിന്നെ മദ്രസ കയറ്റുള്ളൂ. ഉടനെ ഉമ്മച്ചി എടുത്ത് വെച്ച് പേപ്പർ എടുത്ത് വെച്ച് എന്റെ കുഞ്ഞിന് വയറിളക്കമായിരുന്നു, പനിയായിരുന്നു, ശ്വാസം മുട്ടായിരുന്നു, കരപ്പനായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, അവിടെ വെറുതെ ഇരുന്നതാ, അല്ലെങ്കിൽ 40 ക്ലാസ്സിന് പോയതാ, അതല്ലെങ്കിൽ വീട് പാലുകാച്ചിന് പോയതാ, അല്ലെങ്കിൽ നൂലുകെട്ടിന് പോയതാ, എന്തെങ്കിലും കാര്യത്തിന് പോയതാ. പക്ഷേ ഈ കുഞ്ഞു നോക്കുമ്പോൾ ഉമ്മച്ചി ഇങ്ങനെ കളവ് ലെറ്ററിൽ എഴുതുകയാണ്. ഇതും കൊണ്ട് വീട്ടിൽ കൊണ്ട് പള്ളി കൊണ്ട് കൊടുക്കുമ്പോൾ ഉസ്താദ് ക്ലാസ് കയറ്റിയിരുത്തുകയാണ്. അപ്പൊ ഈ കുഞ്ഞിന് ഉമ്മ പ്രചോദനമായി കളവ് പറയാൻ, ഒരിക്കലും പാടില്ല. അള്ളാന്റെ ഹബീബായ പ്രവാചകർ, അള്ളാന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ നാവ് കൊണ്ട് ഒരു കളവും പറഞ്ഞിട്ടില്ല. ആ പവിത്രമായ നാവ് കൊണ്ട് ഒരു കളവും അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അനുഗ്രഹീതമായ മിഅ്റാജ് രാത്രി ഹത്താലി യജിരിന്നൂരി ജിബ്രീലും വഖഫ് في شته رعبا فودع وغطف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, കേറുക നബിയോരേ നിങ്ങൾ കേറാൻ മടിക്കേണ്ട, പോരുക നബിയോരേ തങ്ങൾ പോരാൻ മടിക്കേണ്ട. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ കടന്നു വരിക. ആകാശലോകത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടുപോയ നബിയെ അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് കടന്നു വരാ. മുത്തു നബിയോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രവാചകരെ കടന്നുപോയ രംഗമുണ്ടല്ലോ. ആ രാത്രിയെ സംബന്ധിച്ച് അത് കഴിഞ്ഞു വന്ന പ്രവാചകര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഇന്നലെ മിഅ്റാജിന് ഇസ്രാ മിഅ്റാജ് ഇന്നലെ രാത്രി നടന്നു എന്ന് പറഞ്ഞപ്പോ നബി എങ്ങനെ പറഞ്ഞോ? സഹാബികളൊന്ന് പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. റസൂൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്, അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര്. സത്യസന്ധൻ, വിശ്വസ്തൻ. അതിനപ്പുറം ആ സത്യം മാത്രം പറയുന്നവർ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഉടനെ പ്രവാചകന്റെ വാർത്തയെ വാസ്തവമാക്കിയവൻ.
അതുകൊണ്ട് നമ്മുടെ നാവ് പരിശുദ്ധമായ നാവായിരിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ വഖൂലൂ ഖൗലൻ സദീദാ. തഖ്വയുള്ളവരായാൽ മാത്രം പോരാ, വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വാക്കുകൾ പറയുക, നേർമയുള്ള വാക്കുകൾ പറയുക, സത്യസന്ധമായത് മാത്രം നിങ്ങൾ സംസാരിക്കുക. വഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹു സത്യം പറയാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഒരുപാട് വിശദീകരിച്ചാൽ ഇനി ഒരു റമദാൻ, അടുത്ത റമദാനാണ്. അതിന് 11 മാസത്തോളം നമ്മൾ കാത്തിരിക്കണം. അതുകൊണ്ട് ഇത് വിശദീകരിച്ച് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂലായ പ്രവാചകർ പറയുകയാണ്, നിന്നെ വിശ്വസിച്ചാൽ നീ വഞ്ചിക്കാൻ പാടില്ല. വിശ്വാസവഞ്ചന പാടില്ല. വിശ്വാസവഞ്ചന. നിന്നോടൊരാൾ വിളിച്ചിട്ട് പറയും, ഇങ്ങ് വന്ന ഒരു കാര്യം പറഞ്ഞുതരാം, സത്യമായിട്ട് നീ ഒരാളോടും പറയരുത്. പക്ഷെ നിന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് നിന്നോട് പറയാം, ഒരാളോടും പറയരുത്. ഇല്ലടാ ഞാൻ പറയില്ല, നീ പറഞ്ഞു. അവന്റെ എന്നത് കേട്ടിട്ട് അവൻ പോയി വേറെ ആളോട് പറയും, നീ വേറെ ആളോടും പറയരുത്, അവൻ എന്റെ പറഞ്ഞത് ആർക്കും പറയില്ല. ഞാൻ പറയില്ല, അതാണ് പറയില്ല. അവൻ നേരെ ബുഖാരി ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലും, പാരഡൈസിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലും, സീനത്തിന്റെ ഫ്രണ്ടിൽ ചെല്ലും, ജ്യൂസ് കുടിക്കൊണ്ട് ഇളയ അസുഖം തന്നെയെന്ന് ചോദിച്ചിട്ട് പറയും, ഒരു കാര്യം പറഞ്ഞാൽ വേറെ ഒറ്റ കുഞ്ഞുങ്ങൾ പറയരുത്. ഇതങ്ങോട്ട് പറഞ്ഞാണ്ടല്ലോ പിന്നെ അത് മുഴുവനും അങ്ങ് പടരുകയാണ്. ഈ ആദ്യം പറഞ്ഞ ആൾ ആദ്യത്തെ ഒരൊറ്റ ആളെ വിശ്വസിച്ചുകൊണ്ടാണ് ആ കാര്യം ഏൽപ്പിച്ചത്. അതോടുകൂടി എല്ലാം തകർന്നില്ലേ? വിശ്വാസവഞ്ചന. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ ളുയ്യത്തിൽ അമാനതു ഫന്തളിരി സാ. വിശ്വാസ്യത ചോർന്നു പോകുന്ന കാലഘട്ടം വന്നാ പിന്നെ ഖിയാമത്ത് നാളിന് താമസമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുങ്ങും. ആ ലോകാവസാനത്തിന് മുമ്പ് അള്ളാഹു ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും, വയറെല്ലാം കണക്ഷൻ എല്ലാം ക്ലിയർ ആണോ? കാരണം ഒറ്റ കുലുക്കത്തിനെല്ലാം തീരണം. അപ്പോ എല്ലാ സ്ഥലത്തും വയറൊക്കെ കറക്റ്റ് ആണോ? ചെറുതായിട്ടൊന്ന് കുലുക്കി നോക്കുക. പോത്തങ്കോട് കുലുങ്ങി, അവിടെ കുഴപ്പമില്ല. ഇപ്പുറത്തെ അട്ടക്കുളങ്ങരക്കത്ത് നല്ല കട്ടിക്ക് കുലുങ്ങിയെ പറ്റും, ചെറുതായിട്ടേ കുലുങ്ങിയോളൂ. അങ്ങനെ അള്ളാഹു നോക്കും. ഇതിന് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. പടച്ചോൻ തീരുമാനിച്ചത് അള്ളാഹു നടത്തും. എവിടെ ഓടാനാണ്? ഭൂമിയിൽ വെള്ളപ്പൊക്കം വന്നാൽ വെള്ളത്തിൽ കയറാതെങ്കിലും ഓടാം. ഭൂമി ഉലുക്കം വന്നാൽ എവിടെ ഓടാനാണ്? കുനിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഓടാനല്ലേ പറ്റൂ. ആലോചിക്ക് രക്ഷയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ബിൽഡിങ്ങുകൾ എത്രയോ ടൺ കണക്കിന് ഭാരമുള്ള ബിൽഡിംഗ് തകർന്നു വീണാൽ ആർക്കാണത് സഹിക്കാൻ പറ്റുക? ആർക്കാണത് ഉൾക്കൊള്ളാൻ പറ്റുക? അതുകൊണ്ട് വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. വഅനീബൂ ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് മടങ്ങേണ്ടവർ എത്രയും പെട്ടെന്ന്, സമയമില്ല, എത്രയും പെട്ടെന്ന് മടങ്ങിക്കോളാൻ അള്ളാഹുവിന്റെ ഖുർആൻ. അള്ളാഹു പടച്ചോനിലേക്ക് മടങ്ങിയെത്താൻ പേടിച്ചു വിരണ്ട് അള്ളാന്റെ മുമ്പ് പോയി സുജൂദ് ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, വിശ്വാസ്യത ചോർന്നു പോകുന്ന കാലഘട്ടം വന്നാൽ ഖിയാമത്ത് നാൾ ഉണ്ടാകും. വിശ്വസിച്ചാൽ, ഒരാൾ നമ്മെ വിശ്വസിച്ചാൽ നാം അവരെ വഞ്ചിക്കാൻ പാടില്ല. ഇന്ന് ഏറ്റവും അധികം നമുക്ക് വിശ്വാസം ആരെയാണ്? നമ്മുടെ നാട്ടിലുള്ളവരെയാണ്. വീട്ടിലുള്ളവരെ വിശ്വാസമില്ല. ആദ്യം വീട്ടിലെ വിശ്വാസം പോവും, പിന്നെ നാട്ടിലെ വിശ്വാസം പോവും, പിന്നെ രാജ്യത്തെ വിശ്വാസം പോവും. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള വിശ്വാസം നമുക്ക് പോയില്ലേ? ഗൾഫിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇക്ക വിളിച്ചു പറയണം അനുജനോട്, അല്ലെങ്കിൽ അനുജൻ വിളിച്ചു പറയണം ഇക്കയോട്, ഇക്ക ഞാനൊരു നല്ല ഒരു അടിപൊളി വിസ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, 1 ലക്ഷം രൂപ, നാട്ടിലെ 1 ലക്ഷം രൂപ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ ദാ ഇവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം, വിയർപ്പൊഴിക്കേണ്ടി വരൂല, ക്യാഷ്യർ ആയിട്ടിരുന്നാലും മതി, ഇഷ്ടം പോലെ ശമ്പളം കിട്ടുമെന്ന് പറയുമ്പോ നാട്ടിൽ നിൽക്കണ ഇക്ക എന്താണ് പറയും? ആ എന്റോട്ട് ആ പണി വേണ്ട, എനിക്കിട്ട് പണി തരേം വേണ്ടെന്ന്. കാരണം എന്താ? അനിയനെ വിശ്വാസമില്ല. കൂട്ടുകാരാണ് പറഞ്ഞതെങ്കിലോ നമ്മൾ കൊടുക്കും, നാട്ടുകാരാര് പറഞ്ഞാലും കൊടുക്കും. പക്ഷേ കുടുംബത്തിനകത്തുപെട്ടവൻ പറഞ്ഞാൽ, അതുകൊണ്ടല്ലേ ചില ആൾക്കാർ പറയാ, ഞാൻ ഗൾഫിൽ നിന്ന് 40 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ട് ഇത്രയും സമ്പാദിച്ചത് എന്റെ കുടുംബത്തിലുള്ള ഒറ്റെണ്ണത്തിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് അവസ്ഥ. കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ എവിടെയാണ്? അവർ രക്ഷപ്പെട്ടനെ. അതുകൊണ്ട് ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ കൊണ്ടുപോകാത്തത് കൊണ്ട് ഞാൻ എന്നും അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? വിശ്വാസ്യത ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹോർലിക്സ് കിട്ടുമല്ലോ, ഉറപ്പായിട്ടും കിട്ടുമല്ലോ. ആളുണ്ട്, ഇത്രയും ആളുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് എവിടെന്നെങ്കിലും പോയി വാങ്ങിക്കണം. ഇന്ന് ഞാൻ കുടിച്ചിട്ട് അടങ്ങും. നമുക്ക് ചിലപ്പോൾ നാളെ എത്തിക്കാവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് നമുക്ക് രസിച്ച് കരഞ്ഞ് പിരിയേണ്ട ദിവസമാണ്. ഇന്ന് ക്ഷീണിക്കാനുള്ള ദിവസമല്ല.
ഇന്ന് ചിലപ്പോ ഇന്നത്തോടുകൂടി എത്തിക്കാഫ്, ഈ വർഷത്തെ റമളാനിന്റെ എത്തിക്കാഫ് കഴിഞ്ഞാൽ, അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര ആവേശത്തോടുകൂടി വന്നിരിക്കുക. സ്വർഗമല്ലേ പറയണേ. അവസാന ഘട്ടത്തിൽ അള്ളാഹിന്റെ മുമ്പ് 2 കൈ നീട്ടി സ്വർഗം ചോദിച്ച് സന്തോഷമായിട്ട് നമ്മൾ പിരിയല്ലേ. അപ്പൊ പിന്നെ ഒരാൾക്ക് ഹോർലിക്സ് കിട്ടാതിരിക്കാൻ പാടില്ല, കിട്ടണം. അതാണ് സന്തോഷമായിട്ട് നമ്മൾ ദുആ ചെയ്ത് കരഞ്ഞ് സ്വർഗവും കിട്ടണം, ഹോർലിക്സും കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹോർലിക്സിന്റെ കാര്യം പറഞ്ഞപ്പോ ശബ്ദം കൂടിയാമേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കും. വാക്ക് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂല് പറയാൻ വിശ്വസിച്ചാൽ വഞ്ചന പാടില്ല. രണ്ടാമത്തെ കാര്യം അതാണ്, വിശ്വസിച്ചാൽ വഞ്ചന പാടില്ല. നമ്മളെ വിശ്വസിച്ചാണ് ഒരു കാര്യം ഏൽപ്പിച്ചതെങ്കിൽ അത് 100% ആ വിശ്വാസമായിരിക്കണം. അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല, അതിൽ കൈകടത്തൽ പാടില്ല, അതിൽ അക്രമം പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അതിനെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഹബീബാന പ്രവാചകർ പറയുകയാണ്, വൗഫൂ ഇദാ വഅതും, നിങ്ങളൊരു വാക്കു പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിക്കണം. ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും പാലിക്കണം. നിങ്ങളൊരു വാക്കു പറഞ്ഞാൽ പാലിക്കണം. ഞാനുണ്ടാവും ധൈര്യമായിട്ട് നീ പോ. അവൻ അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കിയപ്പോ നമ്മൾ കിലോമീറ്ററുകൾ അപ്പുറത്താ നിൽക്കണേ, അവൻ പേടിച്ചു പോവില്ലേ? അങ്ങനെയല്ല. പള്ളിക്കാടിൽ 27 രാവിലെ സിയാറത്ത് ചെയ്യാൻ പോകണം, ലൈറ്റൊന്നുമില്ല, വെളിച്ചമൊന്നുമില്ല. നീ കൂടെ വരണം, ഞാനുണ്ട്, ധൈര്യമായിട്ട് നീ വയ്ക്കോ. നീ ബാക്കിൽ തന്നെ പറയണേ, അള്ളാണ് ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് വയ്ക്കോ എന്ന് പറഞ്ഞു. അവസാനം ഫ്രണ്ടിലേ പോയവന്റെ ഒരു പഴയ കവറിനകത്ത് കാലായി പോയി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ മറ്റവനെ കാണാനില്ല. ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ച് നോക്കി, ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? എവിടെയെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അള്ളാനോടാണെങ്കിലും ഉസ്താദുമാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും, ആ വാക്ക് പാലിക്കൽ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് നിന്റെ മൂന്നാമത്തെ ഒരു പടിയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു തആല, ബദർ യുദ്ധം എന്ന് പറയുന്നത് മനോഹരമായിട്ട് നാം ഇവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. 17-ാം രാവിൽ ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അനസ് ബിൻ നദർ റളിയല്ലാഹു തആല വേദനയോടെ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുന്ന് മാഫാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനല്ല മാപ്പാക്കേണ്ടത്, അള്ളാഹുവാണ് മാപ്പാക്കേണ്ടത്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പേടിച്ചുകൊണ്ട് മാറിപ്പോയതല്ല, ഞാൻ പേടിച്ചുകൊണ്ട് ദൂരേക്ക് പോയതല്ല. അള്ളാഹുവിന്റെ റസൂലേ, ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ അങ്ങേക്കൊരു വാക്ക് തരികയാണ്. ഇനി ഒരു യുദ്ധം ഇസ്ലാമിലുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അനസിന്റെ പോരാട്ടം, അള്ളാന്റെ ഹബീബിന് ജീവനുണ്ടെങ്കിൽ കണ്ണ് നിറച്ച് കണ്ട് ആസ്വദിക്കാം. എന്റെ പോരാട്ട വീര്യം ഞാൻ അറിയിക്കുക തന്നെ ചെയ്യും എന്ന് അനസ് ബിൻ നദർ റളിയല്ലാഹു തആല പറയാം. അള്ളാന്റെ റസൂല് സമ്മതിച്ചു. രണ്ടാമത് ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ എന്തുമാത്രം പടച്ചോന്റെ മുമ്പേ അത് പാലിക്കപ്പെടാൻ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല ത്യാഗം ചെയ്യുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഉഹുദ് യുദ്ധം നടക്കുമ്പോ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ അവിടെ നിന്ന് ചലിക്കരുത്, എന്റെ അനുമതിയില്ലാതെ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ ഒരു പർവ്വതത്തിന്റെ ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂല് അണിനിരത്തി വെക്കുകയുണ്ടായി. പക്ഷേ യുദ്ധം 2 ഘട്ടമായിരുന്നു. ഉഹുദ് യുദ്ധം ഒരു ഘട്ടം വിജയവും രണ്ടാമത്തെ ഘട്ടം പരാജയവുമായിരുന്നു. ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുമതിയില്ലാതെ യുദ്ധം വിജയിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് മലമുകളിൽ നിർത്തിയിരുന്ന ഒരു വിഭാഗം സഹാബികൾ അവിടെ നിറങ്ങി വന്നപ്പോൾ മറുഭാഗത്തോടെ ഇസ്ലാമിന്റെ ശത്രുക്കളതാ ഇരച്ചു കയറുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചു, അതൊരു തെറ്റാണ്. മറിച്ച് അവർക്ക് പടച്ചതമ്പുരാൻ കൊടുക്കുന്ന ഗുണപാഠമാണ്. വരും തലമുറ മുഴുവനും പഠിക്കാൻ വേണ്ടി ഉഹദിൽ നിന്ന് ബദറിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് കാര്യങ്ങൾ ഉഹദിലൂടെ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പഠിക്കാനുണ്ട്. ബദറിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ ഉഹദിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഉഹദ് ചരിത്രം പറയുന്നവർ വളരെ കുറവാണ്. ആകെ ഒരു ചരിത്രം, യൂസുഫ് നബിയുടെ ചരിത്രമുണ്ട്, സുലൈമാൻ നബിയുടെ ചരിത്രമുണ്ട്, കുറെ സീറാപാരായണമാണ്. ഉഹുദ് യുദ്ധ ചരിത്രം, ആ ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രം പ്രസംഗിക്കണം. പണ്ഡിതന്മാർ പള്ളികളിൽ പ്രസംഗിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ജുമയ്ക്ക് ഞാനത് തുടങ്ങും. ഉഹുദ് യുദ്ധം
ബദർ യുദ്ധം മാത്രം പറഞ്ഞാൽ പോരെ, ഉഹുദ് യുദ്ധവും ചർച്ച ചെയ്യണം. അതിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് നമുക്ക് ചവച്ചു തുപ്പാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്, ആർജവം തരാനുള്ളതാണ്, ഇസ്സത്ത് നിലനിർത്താനുള്ള അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോ ഈ സഹാബികൾ ഇറങ്ങി വന്നപ്പോൾ ശത്രുക്കൾ വന്നുകൊണ്ട് ആക്രമിച്ചു. അവസാനം ആയിരക്കണക്കാറ് ശത്രുക്കളുടെ മുന്നിൽ 10 സഹാബികൾ ഒറ്റപ്പെട്ടു പോയാൽ എന്താണ് അവർ ചെയ്യുക? ജീവനം കൊണ്ടോടുകയാണ് പിന്നെയുള്ള പരിപാടി. തോറ്റുപോകുമെന്ന് ഉറപ്പായാൽ പിന്നെ അവിടെ നിൽക്കില്ല. സഹാബികൾ ഒരുപാട് പേര് ഓടി, പിന്തിരിഞ്ഞോടി. മലവെള്ളപ്പാച്ചില് പോലെ ഇസ്ലാമിന്റെ ശത്രുക്കള് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പ്രിയപ്പെട്ട സഹാബികൾ പരക്കം പായുകയാണ്. ഓടി 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 അകന്നു പോയപ്പോ ഓടുന്നവർക്കെതിരെ ബഹുമാനപ്പെട്ട അനസുവിന് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി തദാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ നേരെ പോരടിക്കാൻ വേണ്ടിയിട്ട് രംഗപ്രവേശനം ചെയ്യുമ്പോ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അനസേ പോവല്ലേ അനസേ, നീ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ് അനസേ. ആയിരക്കണക്കാറ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ ഒറ്റതിരിഞ്ഞവനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈമാന്റെ ചുറുചുറുക്കുള്ള ഇസ്സത്തുള്ള അനസേ, നീ പോവല്ലേ എന്ന് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു തആല എന്ന് പറയാനില്ല, എനിക്ക് പോണം. എന്തിനെന്നറിയോ? ഷഹീദാകാൻ വേണ്ടിയിട്ടല്ല, എന്റെ മുത്തുനബിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നുയരാനാണ് എനിക്ക് പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമാര് അനസ് റളിയല്ലാഹു അൻഹു ഇരച്ചേറിപ്പോര് ശത്രുവിന്റെ ഉൾത്തളത്തിലേക്ക്. ഞാൻ പ്രവാചകന് കൊടുത്ത വാക്കു പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഉഹുദിന്റെ രക്തസാക്ഷികളെ പരിശോധിച്ച് വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉടലില്ലാതെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു ശരീരം. അല്ലാഹുവിന്റെ റസൂൽ മുഖം വികൃതമാണ്, അറിയാൻ പറ്റണില്ല. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഓർത്തു നോക്ക്, ചില ആക്സിഡന്റും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുഖത്തേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അപ്പോഴേ നമ്മൾ തലതിരിച്ചു കളയും. കാരണം എന്താ? ആ മുഖം കാണാനുള്ള ഒരു കെൽപ്പ് നമുക്കില്ല. അത്രത്തോളം വികൃതമായി കണ്ണുകളെല്ലാം ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ആ മയ്യത്തിന്റെ പ്രിയമുള്ളവരെ കാണാൻ നമുക്ക് പ്രയാസമാണ്. ഈ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് അള്ളാന്റെ ഹബീബ് നോക്കിയിട്ട് അനസാണെന്ന് പറയാൻ പറ്റണില്ല. ആരുടെ മയ്യത്താണ് സഹാബ ഇത്? ആ സമയം അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സഹോദരി, ഒരു പെങ്ങൾ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ, ആ പെങ്ങള് വന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വിരൽ തുമ്പ് അതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരൻ അനസ് തന്നെയാണ് നബിയേ. എന്റെ സഹോദരങ്ങളെ, സ്വർഗത്തിന് വേണ്ടി അനുഭവിക്കാണ്ട വേദന മുഴുവനും അനുഭവിച്ചില്ലേ അനസ് റളിയല്ലാഹു അൻഹു? തറാവീഹ് ഒന്ന് നീണ്ടുപോയ ആ മുട്ടുവേദന എടുക്കുമ്പോ വേദനിക്കണ്ട, എഴുത്തിക്കാഫിന് വന്നിരിക്കുമ്പോ കാല് നീരി വന്നാ വേദനിക്കണ്ട. നമ്മൾ ഇന്ന് സ്വർഗം ചോദിക്കാൻ വന്നവരാണ്. ഇന്ന് ഹോർലിക്സ് കിട്ടിയില്ലെങ്കിലും, ചാര കിട്ടിയില്ലെങ്കിലും, ഇന്ന് അത്താഴം കിട്ടിയില്ലെങ്കിലും, ഇന്ന് ഈ പവിത്രമായ പള്ളിക്കകത്ത് സ്വർഗം ചോദിച്ച് കരയാൻ, അള്ളാഹുവിനോട് ഒരു ചെറിയ ത്യാഗമെങ്കിലും ചെയ്യാൻ, പകൽ സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് ത്യാഗം ചെയ്യുമ്പോ രാത്രി സമയത്ത് എഴുത്തിക്കാഫിലൂടെ, പ്രസംഗത്തിലൂടെ, ഖുർആനോദരിലൂടെ, നമസ്കാരത്തിലൂടെ മറ്റൊരു ത്യാഗം ചെയ്യാൻ, ഉറങ്ങിപ്പോകുന്ന കണ്ണുകളെ തുറന്നു വെച്ചുകൊണ്ട് ത്യാഗം ചെയ്യാൻ, എന്റെ ചാരിപ്പോകുന്ന ശരീരങ്ങളെ നിവർത്തി വെച്ചുകൊണ്ട് ത്യാഗം ചെയ്യാൻ എന്റെ സഹോദരങ്ങൾ മനസ്സ് കാണിക്കണേ. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. അപ്പൊ മൂന്നാമത് പറഞ്ഞ കാര്യം എന്താ? വാക്കു പറഞ്ഞാൽ പാലിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? വിശ്വസിച്ചാൽ വഞ്ചിക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം നാവിനെ സൂക്ഷിക്കുക. നാലാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഹ്ഫളുഹു ഫുറൂജക്കും, നിങ്ങളുടെ ഗുഹ്യ അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് കൊണ്ടിടാതെ കാത്തു സൂക്ഷിച്ചു വെക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
റോഡിലൂടെ തിരുവനന്തപുരം, മട്ടക്കുളങ്ങര, മണക്കാട്, തമ്പാനൂര് ആ സ്ഥലത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സുന്ദരിയാർ സൗന്ദര്യത്തിടമ്പാര ഒരു പെൺകുട്ടിയെ നിങ്ങൾ കാണുകയാണ്. ആ പെണ്ണിന്റെ സൗന്ദര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുറിച്ചിടപ്പെടുകയാണ്. ആ സൗന്ദര്യം ഓർത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ ഭാര്യയുമാരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ആ സൗന്ദര്യം നിന്റെ മനസ്സിൽ വന്നാൽ നീ വ്യഭിചാരിയാണ്. അള്ളാഹു നാളെ കിതാബ് നിന്റെ കയ്യിൽ തരുമ്പോ നീ വ്യഭിചരിച്ചവനായിട്ട് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കും. പടച്ചോൻ കാക്കട്ടെ. ഏതെങ്കിലും ഒരു സഹോദരൻ ഒരു സിനിമാ നടിയുടെ പോസ്റ്റർ എടുത്ത് കയ്യിൽ വെച്ചിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഓ എന്റെ കാണാൻ കൊള്ളാത്ത പെണ്ണുമുള്ളെ കിട്ടിയേക്കാളും എവളെ കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ എവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശിക്ഷയാണ് അള്ളാഹു നിനക്ക് ഇവിടെ എഴുതി വയ്ക്കാം. നിങ്ങൾ വിചാരിച്ച ഒരു രംഗം മാത്രമല്ല വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. ഇല്ല, ഉസ്താദുമാരൊന്നും അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയൂല. ഞാൻ വിശദീകരിച്ച് പറയാം. ഞാൻ മതപ്രസംഗ സ്റ്റേജിലൊക്കെ വിശദീകരിക്കണ കണ്ടാണ്ടല്ലോ ചില ആൾക്കാർ പറയും ഇങ്ങനെ തൊലിക്കട്ടിയാവാരം തന്നെ. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറഞ്ഞു? നമ്മൾ ആലോചിച്ച് നോക്ക്. ഇത് പഠിച്ചവര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? ആര് നിങ്ങൾക്ക് പറഞ്ഞു തരും? നമ്മുടെ ഉസ്താദുമാര് നമുക്ക്, എനിക്ക് എന്റെ ഉസ്താദ് പറഞ്ഞു തരുമെങ്കിൽ പിന്നെ എനിക്ക് ആര് പറഞ്ഞു തരും? ഞാൻ വായിച്ച കൊള്ളാം, നല്ല കിതാബ്, അങ്ങനെയൊക്കെയാണോ? ശരി, അസ്സലാമു അലൈക്കും, മടക്കി വെച്ചാൽ നിങ്ങൾ വരുമ്പോ സ്കരിക്കണേ, നോമ്പ് പിടിക്കണേ എന്ന് പറഞ്ഞ് രണ്ട് കരച്ചിലും കരഞ്ഞ് മുത്തി മണത്തി അങ്ങ് പോയാൽ മതിയോ? ഈ കാര്യങ്ങൾ പഠിക്കണ്ടേ? നമ്മൾ പഠിക്കണം. അതിന് ആ വിഷയത്തിൽ എനിക്കൊരു ലജ്ജയില്ല. നിങ്ങൾക്കും ആ ലജ്ജ വേണ്ട, നിങ്ങൾക്കും ആ ലജ്ജ വേണ്ട. ഇത് നമ്മൾ ആലോചിക്കണം. ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് കണ്ട ഒരു ബന്ധം മാത്രമാണ് വ്യഭിചാരമെന്ന് ചിന്തിച്ചു പോരെങ്കിലല്ല, അതിനേക്കാളും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വ്യഭിചാരം എന്ന പാതകമുണ്ട്. അത് ഒരു പെണ്ണിനെ നോക്കി ആസ്വദിച്ചാൽ, സൗന്ദര്യം അനുഭവിച്ചാൽ കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണത്. ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ട് അതിന്റെ മാധുര്യം ഇങ്ങനെ അനുഭവിച്ചാൽ കാതുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണത്. ദുബായിലും സൗദി അറേബ്യയിലും ഒക്കെ, സൗദി അറേബ്യയിൽ കുറവാണ്, ദുബായിലൊക്കെ പാടി ബിലാൽ എന്ന പൂങ്കൂൽ എന്ന് പറഞ്ഞ് കണ്ണൂർ സീനത്തും കുറെ താത്തമാരും ഒക്കെ കേറാത്ത വെറുതെ കെട്ടുകൊണ്ട് ഒന്നും കൂടെ കുലുക്കി രണ്ട് പാട്ട് പാടുമ്പോ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ എത്രയോ നാളുകൊണ്ടൊരു കമ്മല് വേണമെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കാത്ത ഭർത്താവ് അവിടത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങി കണ്ണൂർ സീനത്തിന്റെ കയ്യിലും കാതിലും കൊണ്ട് ഇട്ടു കൊടുക്കുകയാണ്. യത്തീം കൊച്ചായതുകൊണ്ടല്ല, ലോകം മൊത്തം അറിയാൻ വേണ്ടിയും ആ ശബ്ദത്തിനോടുള്ള താല്പര്യം കൊണ്ടുമാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. അപ്പോ ആ പെണ്ണിന്റെ ശബ്ദം നിന്റെ മനസ്സിനെ വശീകരിച്ചാൽ അത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. വ്യഭിചരിക്കണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അത് ഹൃദയം കൊണ്ടുള്ള വ്യഭിചാരമായി. യഥാർത്ഥ വ്യഭിചാരമല്ലാതെ അങ്ങനെ എത്രയെത്ര വ്യഭിചാരം. വലിയ പാടാണ് സൂക്ഷിക്കാൻ. നിങ്ങൾ പറയും ഉസ്താദേ ആദ്യത്തെ 2-3 കാര്യമൊക്കെ വലിയ കുഴപ്പമില്ലാന്ന്, പക്ഷെ ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണ്. ഇതിന് വലിയ പ്രതിഫലമാണ്. അർശിന്റെ തണല് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഒരു സൗന്ദര്യമുള്ള പെണ്ണ് വ്യഭിചാരത്തിലേക്ക് വിളിച്ച് എല്ലാ സൗകര്യവും വന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ പരലോകം പറഞ്ഞപ്പോ പടച്ചോന്റെ അടുത്ത് നിങ്ങളെ ഇരുത്തുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ചില ആൾക്കാർ പറയും ഉസ്താദേ പ്രസംഗം കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ തോന്നും. അള്ളാണ് റോഡിലോട്ട് ഇറങ്ങി 10 രൂപയുടെ മീൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോ പടച്ചോനാണ് സ്ത്രീകളുടെ വരവ് കാണുമ്പോൾ ഉസ്താദേ നമ്മളെ കൊണ്ട് പറ്റില്ല, അറിയാതെ നോക്കിപ്പോ ഉസ്താദേ, നോക്കരുത്, നിയന്ത്രിക്കണം. അവിടെയാണ് നിന്റെ ഈമാനിന്റെ പവർ. എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് സാധിക്കും? നമ്മൾ ചിന്തിക്കണം, എത്ര പേർക്ക് സാധിക്കും? അതുകൊണ്ടാണ് നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളെ ബൈക്കിന്റെ പുറകിലിരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ശരീരത്തിന്റെ നഗ്നത പുറത്തു കാണുന്ന വസ്ത്രം അവർക്ക് ധരിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോ ഫ്രണ്ടില് ഒരാളുടെ ബൈക്കിന്റെ പുറകിലിരിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ പിന്നെ സിഗ്നൽ വന്നാൽ അറിയൂല, ഹൈവേ പോലീസ് കൈയാണിച്ചാലും അറിയൂല, പിന്നെ അവളെ നോക്കിയിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇല്ലേ? ഇതിനകത്തിരിക്കുന്ന വാഹനം ഓടിക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. അടിക്കാത്ത ഹാൺ അന്നേരം അടിക്കും, കത്താത്ത ലൈറ്റ് അന്നേരം കത്തും, അതൊക്കെ അന്നേരം നടക്കില്ലേ? എന്തുകൊണ്ടാ? അപ്പൊ അങ്ങനെ ഒരു പെണ്ണിനെ നീ നോക്കുമെങ്കിൽ അതേപോലെ നിന്റെ ഭാര്യയെ നീ കൊണ്ടുപോകുമ്പോഴും ഇതേപോലെ 100 കണക്കിന് കഴുകക്കണ്ട് നോക്കും. നീ വിചാരിക്കും എന്റെ കൊമ്പർ നോക്കിയമാര് ആരും നോക്കൂല, എനിക്ക് മാത്രം ബാക്കിയില്ല പെണ്ണ് നോക്കാന്നല്ല. നിന്റെ പെണ്ണിനെയും ഇതേപോലെ നോക്കും. നമ്മുടെ മകൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ,
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മറക്കേണ്ടതുപോലെ മറച്ചുകൊണ്ടല്ലാതെ, ഔറത്ത് മറക്കേണ്ടതുപോലെ മറച്ചുകൊണ്ടല്ലാതെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഞാൻ നിങ്ങളും ഉണ്ടാക്കിയാൽ നാളെ അവർ രക്ഷപ്പെട്ടാലും നമ്മൾ രക്ഷപ്പെടൂല. ഡ്രസ് എടുക്കണം, ഇക്ക പൈസ വേണമെന്ന് പറയുമ്പോൾ കൊടുക്കും, പൈസ കൊടുക്കും. ഇപ്പൊ നമ്മൾ ചാലയിലോട്ടൊന്ന് ചെന്നാൽ ഏത് പർദാക്കടയിൽ കയറിയാലും ചോദിച്ചു നോക്ക്, ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന പർദ ഏതാ? ടൈറ്റ് പർദയാണ്. അത് ഇടാനേ പാടില്ല. വല്ലാഹി അത് ഉപയോഗിക്കരുത്. അതിനേക്കാളും നല്ലത് നമ്മളെ ചുരിദാർ തന്നെയാണ്. അത് ഉപയോഗിക്കരുത്. ഇത് പർദാ കമ്പനിക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അത് ഇടാൻ പാടില്ല. ടൈറ്റ് പർദ ഇടാൻ പാടില്ല, അത് അപകടമാണ്. ഒരു ചുരിദാറിനെക്കാളും ഒരു പുരുഷന്റെ കണ്ണിനെ ആകർഷിപ്പിക്കാൻ പറ്റുന്നതാണ് ആ പർദ. ഇതൊക്കെ ആണുങ്ങളായ നമ്മൾ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി സമ്പാദിച്ച സമ്പാദ്യം. ഡ്രസ് എടുക്കാം, നിനക്കുന്ന 1000, ഉമ്മാമാക്കുന്ന 2000, മക്കൾക്കുന്ന 3000 വാരി വലിച്ചെറിഞ്ഞു കൊടുത്ത് അവരെല്ലാരും നമ്മുടെ ഇക്ക കൊള്ളാം, അച്ഛ കൊള്ളാം, താത്ത കൊള്ളാം, കാക്ക കൊള്ളാം കെട്ടിപ്പിടിച്ച് ഉമ്മൂന്നത് നമ്മളെ അങ്ങ് പറഞ്ഞു വിടുമ്പോ അള്ളാഹുവിനോട് അവരൊക്കെ രക്ഷപ്പെടും, നമ്മളാണ് കുടുങ്ങുക. നീ എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല എന്ന് അള്ളാഹു നമ്മളോട് ചോദിച്ചാൽ ഞാൻ പൈസ കൊടുത്തു പടച്ചോന് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പൈസ കൊടുത്തു പടച്ചോനെ അവിടെ പറയാൻ പറ്റില്ല. നമ്മുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രത്തില് എന്റെയും നിങ്ങളുടെയും 100% പിന്തുണയുണ്ടായിരിക്കണം. അങ്ങനെ എല്ലാരെങ്കിലും അവർ ധരിക്കേണ്ട. ആ ഒരു നട്ടലില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോണേ? ഞാൻ പറയുന്ന വസ്ത്രം എന്റെ ഭാര്യ ധരിച്ചില്ലെങ്കിൽ പിന്നെ നീ ഏത് കോത്താളത്തിലെ ഭർത്താവാ? നീ പറയുന്ന വസ്ത്രം നിന്റെ ഭാര്യ ധരിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ നീ കഷ്ടപ്പെടണേ? നീ കൊടുക്കുന്ന വസ്ത്രം നിന്റെ പെൺമക്കൾ ധരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വാപ്പയാ നീ? ആരുടെ വാപ്പയാ നീ? അങ്ങനെയല്ല. കുടുംബത്തിന്റെ നിയന്ത്രണം നിന്റെ കൈവെള്ളയിൽ തന്നെയായിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ ഇസ്ലാമിക നിയമ സംഹിതകളും തകർന്നടിഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹ്ഫളൂ ഫുറൂജക്കും, നിന്റെ ഗുഹ്യ അവയവങ്ങളെ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു നിന്റെ വീട്ടിൽ വളരുന്ന മകൻ നിന്റെ കൂടെയാണ് കിടക്കുക. ഭാര്യയും ഭർത്താവും കിടക്കുമ്പോ കൂടെ അവരും കിടക്കും. ഉമ്മച്ചീന്റെ കൂടെ വാപ്പച്ചീന്റെ കൂടെ അവർ കിടക്കും. അവര് ചിലപ്പോ ആ റൂമിൽ പായ വിരിച്ച് കിടക്കും. പക്ഷേ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, വിവേകമുണ്ടാകുന്ന വകതിരിവുണ്ടാകുന്ന സമയമായി കഴിഞ്ഞാൽ നിന്റെ കൂടെ അവരെ കിടത്താൻ പോലും പാടില്ല. എന്തിനാണ് അങ്ങനെ കിടത്താൻ പോലും പാടില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ പറയും ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നത് മക്കൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അതിനു വേണ്ടിയിട്ടല്ല. മറിച്ചെന്തിനെന്നറിയോ എന്റെ പ്രിയമുള്ളവരെ? 4 വയസ്സുള്ള പെൺകുട്ടിയെ 40 വയസ്സുള്ള പിതാവ് മാനഭംഗപ്പെടുത്തുന്ന കാലഘട്ടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 24 വർഷം മകളെ ബലാത്സംഗം ചെയ്ത് മാനഭംഗപ്പെടുത്തി 11 കുഞ്ഞുങ്ങളെ പ്രസവിച്ച വാപ്പാണ് കഥ. എന്റെ പ്രിയമുള്ളവരെ, പത്രത്തിലൂടെ നമ്മൾ വായിച്ചതാണ്. 11 മക്കളെ പ്രസവിപ്പിച്ചു വാപ്പ മകളുടെ ഗർഭാശയത്തിൽ നിന്ന്. ആലോചിക്കണം. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് കണ്ടു. പ്രവാചകന്റെ വാക്കുകളൊന്നും പാഴായി പോയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളൊന്നും പാഴായി പോയിട്ടില്ല. പ്രിയമുള്ളവരെ, അന്നൊക്കെ അത്ഭുതമായിരുന്നു. അങ്ങനെ ചെയ്യോ നബിയെ എന്ന് ചോദിച്ചു. ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെയോ ചെയ്തോളാന്ന് നമ്മൾ ചോദിക്കുക. 11 മക്കളെ പറ്റോളാം, 24 വർഷം കൊണ്ട് 11 മക്കളെ പറ്റോളാം, അത് കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. കാരണം ആ രീതിയിലായി നമ്മുടെ കാലഘട്ടം. അതുകൊണ്ട് നമ്മുടെ മക്കൾ വളരെ സൂക്ഷിച്ചേ മതിയാകും. ഇവിടെ അടുത്ത് നമ്മുടെ അട്ടക്കുളങ്ങര അടുത്ത് 5.5 വയസ്സാണ്ടുള്ള ഒരു കുഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് വ്യക്തമായിട്ട് ആ കുഞ്ഞ് കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ്. കൊച്ചുമോളാണ്. ആ കൊച്ചുമോള് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയപ്പോ ബൈക്കിൽ പോയ 2 ചെറുപ്പക്കാര് പറഞ്ഞു അത്രേ, മോളെ മുട്ടായി തരാമെന്ന് പറഞ്ഞപ്പോ കുഞ്ഞിന് മനസ്സിലായി, കരഞ്ഞുകൊണ്ട് ഓടിയത്രേ. നമ്മളെല്ലാം വിചാരിച്ച മുട്ടായി കൊടുത്ത് മയക്കലൊക്കെ പണ്ടാണെന്നാണ്. ഇല്ല, പണ്ടത്തെ കാര്യമാണ് ഇപ്പൊ എടുക്കുക എല്ലാവരും. പുതിയ ലേറ്റസ്റ്റ് മോഡൽ മോഷണമൊന്നും അല്ല ഇപ്പോ. പണ്ടായിരുന്നു ട്രെയിനിനകത്ത് ചായ കൊടുത്തൊക്കെ മയക്കുന്നത്, ഇല്ലേ? അതുകൊണ്ട് ഇപ്പൊ ആര് ചായ എന്നാലും നമ്മൾ വാങ്ങിച്ചു കുടിക്കും. പക്ഷേ ഇപ്പോഴാണ് അങ്ങനെ നടക്കുക. പണ്ടത്തെ അതേ മോഡൽ മോഷണം ഇപ്പോഴാണ് നടക്കുക. പണ്ടത്തെ അതേ മോഡൽ തട്ടിക്കൊണ്ടുപോക്കും, അതുപോലെ കുഞ്ഞുമക്കളെ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തൽ ഇപ്പോഴാണ് നടക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തൃശ്ശൂര് വരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞിനെ 2.5 വയസ്സായ കുഞ്ഞ് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന് കാണാനില്ല. 4 ദിവസം കഴിഞ്ഞ് അവിടെ അടുത്തുള്ള കുറ്റിക്കാടിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ആ കുഞ്ഞിന്റെ ചീഞ്ഞളിഞ്ഞു പോയ ജഡം കണ്ടുകിട്ടിപ്പോയെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ പൊന്നോമന മക്കളെ അള്ളാഹു പരിശുദ്ധവതികളാക്കി തരുമാറാകട്ടെ. സ്കൂളും കോളേജും ക്യാമ്പസും ഒക്കെ വലിയ ചർച്ചാ വിഷയമാണെന്ന്
ഒരു പെണ്ണിനും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒരകൽച്ചയില്ലാത്ത ഒരവസ്ഥയാണ്. 14 വയസ്സായ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ 25 വയസ്സുകാരനായ ട്യൂഷൻ മാഷ് വരുമ്പോ മണിക്കൂറുകളോളം റൂമിനകത്ത് അടച്ചിട്ടിരുന്ന് പഠിപ്പിക്കുമ്പോ നാണമില്ലാതെ ആചാര്യ പുറത്തിരുന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. മോൾക്ക് അവിടെ ട്യൂഷൻ നടക്കുന്നു. ആരാ പഠിപ്പിക്കണേ? മലക്കല്ല. മലക്കാണെങ്കിൽ വിശ്വസിച്ചേൽപ്പിക്കാം. മലക്കല്ല പഠിപ്പിക്കണേ. 24, 25 വയസ്സായ ട്യൂഷൻ മാഷ് 16 വയസ്സുകാരിയായ പെൺകുട്ടിയുമായി മണിക്കൂറുകളോളം ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ അതിനകത്ത് പഠിപ്പിക്കുമ്പോ വാപ്പ വെളിയിലിരുന്ന് വലിയ ആചാരാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. മോളെ ഡോക്ടറാക്കുകയാണ്. നമ്മൾ ആലോചിക്കുക. പക്ഷേ ട്യൂഷൻ കൊടുക്കണ്ടെന്ന് ഞാൻ പറയണില്ല. കോളേജിലും ക്യാമ്പസിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടെന്ന് പറയണില്ല. പക്ഷേ നിന്റെ മോൾ എന്നും നിന്റെ കൈവെള്ളയിലായിരിക്കണം. അത് വിട്ടുപോകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സൂക്ഷിക്കാൻ തൗഫീക്ക് തരുമാറാകട്ടെ. ആണിനെയും പെണ്ണിനെയും നമ്മൾ സൂക്ഷിക്കണം. രണ്ടും നമ്മൾ സൂക്ഷിക്കണം. സ്വർഗഭോഗത്തിന് അനുമതി കൊടുത്തിരിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ സുന്ദരക്കുട്ടന്മാരായ ആൺമക്കളെ പുറത്തേക്ക് വിടും? നമ്മുടെ ഈ കേരളത്തിന്റെ ഈ തെക്ക് ഭാഗത്താണ് അത് വളരെ കുറവ്. വടക്കു ഭാഗത്തേക്ക് ചെന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാ? അതിങ്ങനെ പടർന്ന് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കൂട്ടിലേക്ക് എത്തിപ്പെട്ടാൽ അള്ളാഹു പിന്നെ കുലുക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ പിടുത്തം അത് വളരെ ഭയാനകരമാണ്. സൂക്ഷിക്കണം. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ ലൈംഗിക സദാചാര ബോധമുള്ള മക്കളുണ്ടാവണമെന്നുള്ള ഉറപ്പ്, ഭാര്യ ഉണ്ടാവണമെന്നുള്ള ഉറപ്പ്. നമ്മുടെ ഭാര്യ അന്യപുരുഷന്മാരോട് ആവശ്യമില്ലാതെ സംസാരിച്ചു എന്നറിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ സമാധാനപരമായിട്ട് അതിനെ ചർച്ച ചെയ്ത് തീർക്കാനുള്ള ഒരു പരിപാടി നമ്മൾ കണ്ടെത്തണം. ഇല്ലാതെ വാളെടുത്തോണ്ട് അങ്ങോട്ട് പോയി മൊബൈൽ എടുത്ത് തറയിലെറിഞ്ഞ് TV എറിഞ്ഞോടിച്ച് മിക്സി എടുത്തോടിച്ച് അതൊന്നുമല്ല ചെയ്യേണ്ടത്. അവളെ വിളിച്ചിട്ട് കാര്യഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരല്പമെങ്കിലും ഈമാൻ ഹൃദയത്തിനകത്തുള്ള പെണ്ണാണെങ്കിൽ പിന്നെ അത് ചിന്തിക്കൂല. ഇതിനകത്ത് റമളാൻ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ലീവിന് വന്നിരിക്കുന്നവരുണ്ട്, പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്റെ സഹോദരങ്ങളെ, വിദേശ രാജ്യത്ത് നിന്ന് നീ നിന്റെ ഭാര്യയെ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് വിളിക്കുമ്പോ നീ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഫോൺ വെക്കുന്നതിന് മുമ്പ് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, നരകശിക്ഷയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടല്ലാതെ ഫോൺ വെക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചുംബനം കൊടുത്തുകൊണ്ടല്ല ഫോൺ കട്ട് ചെയ്യേണ്ടത്. ഭാര്യക്ക് ചുംബനമൊക്കെ കൊടുക്കാൻ ഭാര്യയ്ക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഭാര്യയ്ക്ക് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിന്റെ ഭാര്യയ്ക്ക് അത് ഉറപ്പായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. റോങ് നമ്പർ ആവാൻ പാടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ചുംബനം കൊടുക്കാം. അള്ളാന്റെ റസൂല് ലോകത്ത് ഏറ്റവും നല്ല പോലെ ഭാര്യമാരെ ചുംബിച്ച ഒരാൾ ലോകത്തുണ്ടെങ്കിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. കാന യക്സുറു തക്ബീർ. ഹദീസ് പറയാം, കാന യക്സുറു തക്ബീർ. ഏറ്റവും അധികം ഭാര്യമാരെ ചുംബിച്ചിരുന്നത് പ്രവാചകനായിരുന്നു അത്രേ. നമ്മൾ ഇന്ന് ഭാര്യമാരെ ചുംബിക്കാറില്ല. ഇല്ല, വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ഭാര്യമാരെ ചുംബിക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനോടുള്ള ഒരു സുഖം ഇന്ന് ഈ സമുദായത്തിന്റെ യുവാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഭാര്യമാരെ ഏറ്റവും അധികം ചുംബനം കൊടുക്കുന്ന ഹബീബാന മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഗൾഫിൽ നിന്ന് വിളിച്ചാലും രസമുള്ള വാക്കുകളൊക്കെ പറയാം. പക്ഷേ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്റെ ചക്കരയ്ക്ക് 1000 ഉമ്മ എന്ന് പറഞ്ഞല്ല ഫോൺ കട്ട് ചെയ്യുന്നത്. മറിച്ച് ആ ഫോണിലൂടെ ഞാൻ ഇവിടെയാണ്, നീ എവിടെയാണ്? അള്ളാഹുവിനെ പേടിക്കണം. ഞാൻ സൂക്ഷിച്ചു കഴിയാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നീ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചോനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരം കൊടുത്തുകൊണ്ടേ നിങ്ങൾ വെക്കാവൂ. അല്ലാതെ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തരുത്. എവിടെയാണിത്? ഇതെവിടെയാണ്? നമ്മൾ ആലോചിക്കണം. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ കോട്ടകൊത്തളങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെയെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ നരകത്തിന്റെ വാക്കുകൾ, സ്വർഗത്തിന്റെ വാക്കുകൾ, പരലോക വിചാരണയുടെ വാക്കുകൾ നമ്മുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുത്താൽ ആ രാത്രിയെങ്കിലും അവൾ ഹറാമ് ചിന്തിക്കൂല. ഫോൺ കട്ടിയിട്ട് അവൾ ചിന്തിക്കും, എന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു, അള്ളാഹു പറയിപ്പിച്ചതായിരിക്കും, ഞാൻ ഇന്നലെ അയാളുമായിട്ട് സംസാരിച്ചത് ശരിയല്ല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പെട്ടെന്ന് ഒതു കൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് മടങ്ങുമ്പോൾ സോലിഹായ ഭർത്താവിന് കിട്ടിയ സോലിഹത്തായ ഭാര്യയായിട്ട് അവൾ മാറും.
അല്ലാതെ നീ ധൈര്യമായിട്ടിരുന്നോ, ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ മാല കൊണ്ടുവരാ, താലി കൊണ്ടുവരാ, ചാരികസേര കൊണ്ടുവരാ, നമുക്ക് അടിച്ചു പൊളിക്കണം, എറണാകുളത്ത് ജംഗ്ഷനിൽ 10 സെന്റ് വസ്തു വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആഗ്രഹം കൊടുക്കലല്ല ചെയ്യേണ്ടത്, പേടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വിദേശ രാജ്യത്ത് കഴിയുന്ന ഭർത്താവ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇവിടുത്തെ ഭാര്യ നമ്മളെ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിനോട് എത്ര പേടിപ്പിച്ചാലും നിങ്ങൾ പറയും ആ ശരി, ഓക്കെ ശരി എന്ന് പറയും. പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ ഫോൺ വെച്ച് നോക്കുന്നത് തൊലി വെളുപ്പുള്ള അറബി പെണ്ണുങ്ങളെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പെണ്ണുങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ല, ആണുങ്ങളുടെ കാര്യം പറയണ്ടേ? വിദേശ രാജ്യത്തേക്ക് പോയ എത്ര ചെറുപ്പക്കാര് വ്യഭിചരിക്കാതെ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ റമദാനിന്റെ 29ാം രാവിന്റെ ഇത്തിക്കാഫിന്റെ ഈ രാത്രിയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്വർഗം നമുക്ക് വേണം. പരലോകത്ത് സ്വർഗമല്ലാതെ മറ്റൊരു സുഖം നമുക്ക് വേണ്ട. സ്വർഗം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ആ സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കണമെങ്കിൽ അതിനുള്ള പവറും അർഹതയും നമുക്കുണ്ടാവണം. ആ അർഹതയില്ലെങ്കിൽ ഈ രാത്രിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വ്യഭിചാരത്തിലേക്ക് ആരെങ്കിലും കൂപ്പുകുത്തി പോരെങ്കിൽ ഇന്നവർക്ക് കരയാനുള്ള രാത്രിയാണ്. അവർ വേദനയോടുകൂടി അല്ലാഹുവേ ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങൂല, അല്ലാ ഒരിക്കലും ഞാൻ മടങ്ങൂല റബ്ബേ, ഒരിക്കലും ഞാൻ അതിലേക്ക് എത്തൂല റബ്ബേ. ആ ചെയ്തു പോയതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ടോ ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങിപ്പോല എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്ര കാര്യം പറഞ്ഞു ഇപ്പോ? 4 കാര്യം. 5ാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂല് പറയാ, വഖുഫൂ ഐദിയക്കും, വഖുഫൂ ഐദിയക്കും, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, തടഞ്ഞു വെക്കുക. ഹറാമ് ചെയ്യാൻ പാടില്ല, ഹറാമ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കരങ്ങൾ കൊണ്ട്. കൈയിട്ട് വാരുക, പള്ളിയുടെ മുതൽ, പൊതുമുതൽ, അതുപോലെ സംഘടനയുടെ സ്വത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൈയിട്ട് വാരുക ഹറാമാണ്. വേറൊരു സഹോദരനെ പിന്നെ ഇടിക്കുക, അർഹമല്ലാത്ത രീതിയിൽ ഇടിക്കാൻ പാടില്ല. അത് പള്ളിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരാളുടെ ശരീരത്തിൽ നമ്മുടെ കൈകൊണ്ട് പ്രഹരിക്കാൻ പാടില്ല. അർഹതപ്പെട്ടവരാണെങ്കിൽ കൊടുക്കാതിരിക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. അതറിഞ്ഞൂടല്ലേ? അത് പറഞ്ഞാൽ തീവ്രവാദമായി പോകും. ബാക്കിയുള്ളതൊക്കെ പറയാം. അർഹതപ്പെട്ടവരാണെങ്കിൽ കൊടുക്കണം, അർഹതപ്പെട്ടവരാണെങ്കിൽ കൊടുക്കണം. അർഹതപ്പെടാത്തവരെ, എന്റെ പ്രിയമുള്ളവരെ, നോവിക്കാൻ പാടില്ല. നാക്കുകൊണ്ട് നോവിക്കാൻ പാടില്ല, കൈകൊണ്ട് നോവിക്കാൻ പാടില്ല. വഖുഫു ഐദിയക്കും, നിന്റെ കരങ്ങളെ നീ തടയുക, സൂക്ഷിച്ചു വെക്കുക. എത്രയോ ആൾക്കാര് ശുദ്ധം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വൻ പാപങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ വെള്ളിയാഴ്ച ഞാൻ പ്രസംഗിച്ചു തുടങ്ങുന്നുണ്ട്. വൻ പാപങ്ങളെ കുറിച്ച് അതിൽ ശിർക്ക് വരുന്നുണ്ട്, ശുദ്രം വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. അന്നതൊക്കെ സവിസ്തരമായിട്ട് പറയും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്താ, ലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്താ. മൂസാ നബിയുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, മാരണ വിദ്യക്കാരൻ അഥവാ ശുദ്രം ചെയ്യുന്നവർ എവിടെ പോയാലും രക്ഷപിടിക്കൂല. ഒരു സഹോദരനോട് പറഞ്ഞു, സാറേ, ആരോ ശുദ്രം ചെയ്തു പോയത്, പണ്ടെന്റെ വീട്ടിൽ കിട്ടിപ്പോയത്, ഇന്നും ആ വീട്ടിൽ ഞാൻ അനുഭവിക്കുകയാണ്. ഇന്നും എന്റെ കുടുംബം കഷ്ടപ്പെടുകയാണ്, ഇന്നും എന്റെ കുടുംബം വേദനിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വൻ പാപങ്ങളിൽ 2ാമത് പറഞ്ഞത് അസ്സിഹ്റു, അത് ശുദ്രം ചെയ്യലാണെങ്കിൽ അത് ലോകത്ത് ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഇല്ലാത്തത് അല്ലാഹുവിന്റെ റസൂല് പറയണ്ടല്ലോ. ശുദ്രമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണ്ട. കാരണം എന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞ വൻ പാപങ്ങളിൽ 2ാമത്തത് ശുദ്രം ചെയ്യലാണ്. അതില്ലാത്തത് കൊണ്ടാണോ പറഞ്ഞത്? അതുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പാപം ലോകത്തുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അത് ചെയ്യരുത്. അതിലേറ്റവും അധികം ഇന്ന് ഭാഗവാക്കാകുന്നത് നമ്മുടെ സഹോദരിമാരാ. അയൽവാസികൾ നന്നാവുന്നത് കണ്ടുകൂടാ, അയൽവാസിയുടെ വീട് പെയിന്റ് അടിച്ചുകൂടാ, അയൽവാസിക്ക് കാറെടുത്തൂടാ, അയൽവാസിയുടെ മോളെ നല്ല കുടുംബത്തിൽ കെട്ടിച്ചയച്ചൂടാ, അയൽവാസിയുടെ സഹോദരങ്ങൾ ഗൾഫിൽ വെക്കൂടാ. ഇതെല്ലാം അസൂയമൂത്തുകൊണ്ട് അവരെ നശിക്കാൻ ക്ഷുദ്ര ദേവാലയങ്ങളുടെ മുന്നിലേക്ക് കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് പൈസയ്ക്ക് വേണ്ടി ശുദ്രം ചെയ്യുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ദുനിയാവിൽ വെച്ച് അതിന്റെ പരിണിത ഫലം അനുഭവിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെ അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര കാര്യമായിപ്പോ? 5 കാര്യം. 6 കാര്യമെന്നാണ് നമ്മൾ പറഞ്ഞത്. 6ാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വഅല്ലാഹു
അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കുക, കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ആറാമത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ണ് സൂക്ഷിക്കാനാണോ വയറ് സൂക്ഷിക്കാനാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഇമാമിങ്ങൾ പറയുന്നു ആറാമത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വഹ്ഫളൂ ബുത്തൂനക്കും, നിങ്ങളുടെ വയറിനെ സൂക്ഷിക്കുക. ചിലര് പറയുന്നു വഹ്ഫളൂ അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ചിമ്മുക, കണ്ണുകളെ ഹറാമിൽ നിന്ന് അടച്ചു വെക്കുക, ഹറാമ് കാണാതെ കണ്ണുകളെ സൂക്ഷിച്ചു വെക്കുക. ഈ രണ്ടഭിപ്രായത്തിലും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഹറാമ് വയറ്റിൽ കടന്നു വരാതെ മനഃപൂർവ്വം ഹറാമ് തിന്നാതെ, അറിയാതെ ചിലപ്പോ തിന്നുപോകും. ദുആ ചെയ്യണം തിന്നാതിരിക്കാൻ ദുആ ചെയ്യണം. ഉസ്താദേ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ്. എത്രയോ പേരുടെ മനസ്സിൽ അങ്ങനെയുണ്ട്. ഒഴിവാകാൻ സമയമുണ്ട്, ഒഴിഞ്ഞു വരാ സമയമുണ്ട്. അല്ലാഹു ഹറാമിൽ നിന്ന് രക്ഷപ്പെടാ നമുക്ക് തൗഫീഖ് തരട്ടെ. ഹറാമിൽ നിന്ന് കരകയറാ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ 6 കാര്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങൾ ഉറപ്പ് കൊടുത്താ, ഈ 6 കാര്യം കൊണ്ട് ഹബീബായ പ്രവാചകന് വാക്കുകൊടുത്ത അല്ലാഹുവിന്റെ റസൂല് പറയാ, അലുമനുലക്കുമുൽ ജന്ന, അലുമനുലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം തരാമെന്നാണ്. സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ ഈ 6 കാര്യങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് സാധാരണ സ്വർഗമാണ്. സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയല്ല, സാധാരണ സ്വർഗമാണ്. ഉന്നതമായ പദവി ഇനി വേറെയുണ്ട്. നരകത്തിന്റെ ഓരോ കവാടങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗത്തിനും ഓരോ ഉന്നതമായ പദവികളുണ്ട്. 3 കൊട്ടാരങ്ങളെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം സ്വർഗത്തിന്റെ 3 കോട്ടകൊത്തളങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കൊട്ടാരം ഏതെന്നറിയോ? ബഹുമാനപ്പെട്ട ഖുർആനിലൂടെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ റബ്ബി ഇബ്നിലീ ഇൻദക ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ സ്വർഗത്തിൽ നീ എനിക്കൊരു ഭവനം തരണേ അല്ലാഹ്. 40 ലക്ഷത്തിന്റെയും 2 കോടിയുടെയും ഫ്ലാറ്റ് അല്ല, സ്റ്റാർ സിംഗറിൽ പാടാൻ പോയിട്ട് കിട്ടിയ ഫ്ലാറ്റ് അല്ല എന്റെ പ്രിയമുള്ളവരെ. അതിനുവേണ്ടി നേർച്ചയാക്കുന്ന അമ്മാമാര് വരെ ഉണ്ട്. എത്രയോ സഹോദരങ്ങളുണ്ട്. ചില വാദിന്റെ മജ്‌ലിസിലൊക്കെ പോയ രസമാണ്. ദുആ ചെയ്യാൻ വായിക്കുന്ന ലിസ്റ്റ് കേൾക്കണം. അല്ലാഹു അക്ബർ. പനവൂർ ഒരു ഭാഗത്ത് വാദിന് പോയപ്പോ ലോകം അവസാനിക്കാൻ വേണ്ടി ഒരു സഹോദരി 101 രൂപ. ഇത്രയ്ക്ക് ക്രൂരൻ. വല്ലാഹിയൊക്കെ തമാശ പറയണില്ല. ഇവിടെ നിന്ന് പലരും ഇവിടെ ലോകം അവസാനിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ 101 രൂപ. ഇത് ശരിയാണെന്ന് ചോദിച്ചപ്പോ ആ സഹോദരിക്ക് വായിക്കുന്നത് കേട്ടപ്പോ ആ സഹോദരി വേറൊരു പേപ്പർ എഴുതി കൊടുത്തത് ലോകം അവസാനിക്കാൻ വേണ്ടിയല്ല ഉസ്താദെ, രോഗം അവസാനിക്കാൻ വേണ്ടിയാ. ഈ പൈസ വരുമ്പോ കമ്മിറ്റിക്കാർക്ക് ആക്രാന്തം മൂത്ത് രോഗം എല്ലാം വന്ന് തന്നെ വായിക്കണം. ഒരു സെക്രട്ടറി പറഞ്ഞതാ, ഉസ്താദെ നിങ്ങൾ പ്രസംഗിക്കുന്നതിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ദുആലിസ്റ്റ് വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞേ. ഇത്രയും ജനങ്ങളുടെ മുമ്പ് മൈക്കിൽ അങ്ങോട്ട് എടുത്തു വെച്ച് പേര് വായിക്കാൻ തുടങ്ങാൻ വേണ്ടല്ലോ. നമ്മുടെ മക്കളുടെ പേര് നമ്മൾ ആലോചിച്ച് നോക്കിയേ. പക്ഷെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല നല്ല പേരുകളാണ് കേട്ടോ, നല്ല രസമാണ്. ചില സ്ഥലത്തൊക്കെ വാതിരി എന്ന ദുആലിസ്റ്റ് വായിക്കുന്ന കൂട്ടത്തില് ഉസ്തു 25 രൂപ, ഉസ്താ 50 രൂപ, ഉസ്തു 101 രൂപ. ഇത് വായിച്ച് അവസാനം ഞാൻ 2 മണിക്കൂർ കൊണ്ട് 1 ഗ്ലാസ് ജീരവെള്ളം കുടിക്കുമെങ്കിൽ അയാൾ 2 മിനിറ്റ് കൊണ്ട് 2 ഫ്ലാസ്ക് ജീരവെള്ളം ഒറ്റ ഇരിപ്പിരുന്ന് കുടിക്കും. 2 പേര് വായിക്കും. അങ്ങനത്തെ പേരുകളാണ് നമ്മൾ. അപ്പൊ ദുആ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര രസമാണ് ഓരോ ദുആലിസ്റ്റ് കേൾക്കുന്നത്. നമുക്ക് എന്ത് തോന്നിയത് പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. അള്ളാഹ് എന്ന് പറയണത് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ എന്ന് പറയാം നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, എന്റെ കയ്യിലൂടെ ഒരു വേദനയുണ്ട്, മാറാൻ വേണ്ടി 101 രൂപ. 500 രൂപയുടെ മരുന്ന് തേച്ചിട്ട് മാറാത്തവൻ 101 രൂപ പള്ളിക്ക് കൊടുക്കുക. എന്തിനാ? ഇത് മാറാൻ വേണ്ടി. ആദ്യം അവന് കൊടുക്കാൻ തോന്നിയില്ല, ഇനി രക്ഷയില്ല, ഇനി ദുആ ചെയ്തുകൊടുക്കുന്ന ഡോക്ടർ പറയുമ്പോൾ ഡോക്ടർമാർ അവസാനം ഒരു വാക്ക് പറയും, ഇനി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നമ്മുടെ കാര്യം കഴിഞ്ഞു. ആദ്യം പ്രാർത്ഥിച്ചിട്ടേ കൊണ്ടുപോകാവൂ. നിങ്ങൾ ആര് ഹോസ്പിറ്റലിൽ പോയാലും എന്ത് രോഗത്തിന് പോയാലും എന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, ഞാൻ എന്റെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ, എന്റെ മോളുടെ രോഗം എന്ത് എന്ന് ഞാൻ കാണിക്കുന്ന ഡോക്ടർക്ക് നീ അറിയിച്ചു കൊടുക്കണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യണം. ഏത് മണ്ടനായ ഡോക്ടറാണെങ്കിലും ഏത് ബുദ്ധിമാനായ ഡോക്ടറാണെങ്കിലും അങ്ങനെ വേണം. അറിയിച്ചു കൊടുക്കണേ അല്ലാ, എന്റെ മോളുടെ രോഗം മാറാനുള്ള മരുന്ന് തന്നെ എഴുതാൻ തോന്നണേ അല്ലാ, എഴുതാൻ തോന്നണേ പടച്ചവനെ. അല്ലെങ്കിൽ സർദാർജി കൊണ്ടുപോയി ഉണക്കിരിക്കും. ഡോക്ടർ എഴുതി കൊടുത്തതും കൊണ്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും പോയി മരുന്ന് കിട്ടിയില്ല. തിരിച്ച് ഡോക്ടറെ അടുത്ത് വന്ന് പറഞ്ഞ് ഈ മരുന്ന് ഒന്നുമില്ല എന്ന്. ഡോക്ടർ പറഞ്ഞത് മരുന്നിന്റെ പേരല്ല, ഞാൻ പേന തെളിയൊന്ന് നോക്കിയതാണ്. എന്ത് ചെയ്യുമെന്ന് പറ. അതുപോലെ കൊണ്ട് കിടക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനല്ല. ആ വിഷയത്തിലൊക്കെ വലിയ ഉറക്കം വന്നുകൊണ്ട് എന്റെ വിറ്റ് പറഞ്ഞതാ കേട്ടോ, അതൊക്കെ മാറിയില്ല. അള്ളാഹു കാക്കട്ടെ.
അല്ല വിഷയത്തിൽപ്പെട്ടതൊന്നുമല്ല ഇത്. സ്വർഗത്തിൽ ഇനിയിപ്പോ സർദാറി ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും, ബുഹാരിയിലുണ്ടോ എന്ന് ചോദിക്കണാണ്. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹദിയായ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ ഭവനം അള്ളാഹു വെച്ചതെന്നറിയോ? എന്തിനാണ് വെച്ചതെന്നറിയോ? ഈ ഭൗതികമായ ലോകത്ത് ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ സുന്ദരമായ കൊട്ടാരം വലിച്ചെറിഞ്ഞില്ലേ, സുന്ദരമായ മണിമാളിക വലിച്ചെറിഞ്ഞില്ലേ, സുന്ദരമായ ആഡംബരവും ആനന്ദവുമല്ല ആസിയാ ബീവി റളിയല്ലാഹു അൻഹ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്നാ, എനിക്കൊന്നും വേണ്ട റബ്ബേ, നിന്റെ ഭവനത്തിൽ, നിന്റെ സ്വർഗത്തില് ഒരു സുന്ദരമായ ഭവനം എനിക്ക് തരണേ അല്ലാഹ് എന്ന് ചോദിച്ചുകൊണ്ടാ ആസിയാ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ഇതാണ് ഒരു കൊട്ടാരം, അല്ലാഹു കൊടുക്കണ ഒരു സ്വർഗത്തിന്റെ കൊട്ടാരം. ഇനി മൂസാ നബി സ്വർഗം കണ്ടു. മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തുവെന്നാണ്. ആ സമയം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ മനോഹരമായ ഒരു കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ പേര് ഹദീറത്തുൽ ഖുദ്സ് എന്നാണ്. മക്കളെ സംസാരിക്കാതിരിക്കണേ അവിടെ. ഹദീറത്തുൽ ഖുദ്സ് എന്നാണ്. പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ കണക്ക് എന്നെ മക്കളെ സ്വഭാവം. ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്വർഗത്തിലെ സുന്ദരമായ ഒരു മാളികയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ ആ സന്തോഷവും അതിന്റെ ആനന്ദവും കണ്ടപ്പോൾ ചോദിച്ചു, അള്ളാഹുവേ, ഈ കൊട്ടാരത്തിൽ ആരാ കിടക്കണേ? സ്വർഗത്തിൽ ഒരു ധാരാളം വീടുകൾ ഉണ്ടെങ്കിലും ഇതിനകത്ത് ആരാ കിടക്കണേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ, രണ്ട് സ്വഭാവം ഒത്തിണങ്ങിയവരാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നവർ. സ്വർഗത്തിന്റെ ഈ ഭവനത്തിൽ രണ്ട് സ്വഭാവം ഒത്തിണങ്ങിയവരാണ്. ആരാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന, മൂസ നബിയേ, ഞാൻ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നവരാണ് ഒരു വിഭാഗം. ഞാൻ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നവരാണ് ആ വിഭാഗം. തുമ്മുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണത് എന്തുകൊണ്ടാ? നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും നിലച്ചിട്ട് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. എത്രത്തോളം മനുഷ്യൻ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു നോക്കണം. ഒരു ഉസ്താദിനോട് ഒരാൾ ചോദിച്ചു, തുമ്മുമ്പോ അൽഹംദുലില്ലാഹ് പറയണം, ഒരു ഈർക്കിലെടുത്ത് മൂക്കിനകത്ത് കേട്ടിട്ട് തുമ്മി അൽഹംദുലില്ലാഹ് പറയണോ? എങ്ങനെ മറുപടി കൊടുക്കും? ആലോചിച്ച് നോക്കി. പള്ളി ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണക്ക് നിസാരമൊന്നുമല്ല. മറുപടി കൊടുത്ത് ഊപ്പാടൊന്നു ചോദിക്കണ ചോദ്യം കേട്ടുണ്ടല്ലോ, ഉമ്മച്ചിരിന്ന് കുടിച്ച മുലപ്പാലൊക്കെ മൂക്കിലൂടെ ഇറങ്ങി വരും. തുമ്മിയ അൽഹംദുലില്ലാഹ് നിങ്ങൾ മറുപടി പറയും. ആലിമ്യങ്ങളുണ്ടെങ്കിൽ പറ, അറിയാവുന്ന. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണം. ഒരാൾ ഈർക്കിലെടുത്ത് മൂക്കിനകത്ത് കയറ്റിയിട്ട് തുമ്മിയ അൽഹംദുലില്ലാഹ് പറയണം. കുഴഞ്ഞു. ഇസ്ലാമും പോയി, ഈമാനും പോയി. പറയണം. അതിന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? ഞാൻ ഉണ്ടാക്കിയ തുമ്മലല്ലേ എന്ന് അയാൾ പറഞ്ഞാൽ എങ്ങനെ മസ്തല കൊടുത്തു? അതും തുമ്മലാണ്, അതിന് അൽഹംദുലില്ലാഹ് പറയണമെന്നും പറഞ്ഞാലൊന്നും പറ്റൂല ഈ കാലഘട്ടത്തിൽ. അതും തുമ്മലാണ്, അതിനും അൽഹംദുലില്ലാഹ് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് ഒഴിവാകാനൊന്നും പറ്റൂല. അയാൾ പറയും, അത് അള്ളാഹ് തന്ന തുമ്മലല്ലേ, ഞാൻ ഉണ്ടാക്കിയ തുമ്മല, ഞാൻ അൽഹംദുലില്ലാഹ് പറയൂലെങ്കിലോ എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് മറുപടിയുണ്ട്? അതിനൊറ്റ മറുപടിയുള്ളൂ. എന്താണെന്നറിയോ? അത് രസോ. നമ്മള് മലമൂത്ര വിസർജനത്തിന് നമുക്ക് കുറച്ചു ദിവസം സാധാരണ ചെന്നപ്പോ ലൂസായിട്ട് പോവാണ്, വയറിളവിയെന്ന് പറയാം, പോവാണ്. എന്നാ നമ്മൾ കഴുകൂലേ? കഴുകും. മരുന്ന് കുടിച്ചിട്ട് വയറിളക്കിയാലോ? കഴുകൂ? കഴിയേ പറ്റും. അങ്ങനെ കഴുകുമെങ്കിൽ ഇതിന് അൽഹംദുലില്ലാഹ് പറഞ്ഞു പറ്റൂ. അങ്ങനെ കഴുകൂലെങ്കിൽ നീ അൽഹംദുലില്ലാഹ് പറയണ്ട. ഇങ്ങനത്തെ ചോദ്യത്തിന് ഇങ്ങനെയാണ് മറുപടി. ഇല്ലാതെ ബുഖാരി എടുത്തു, അതിലുണ്ടോ ഇതിലുണ്ടോ ഉസ്താദേ, രണ്ടാം ഭാഗം നോക്ക്, നാലാം ഭാഗത്തിൽ നോക്കിയാൽ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കാനല്ലോ ഈത്തിക്കാഫ് മൊത്തവും പോവും. അല്ലാതെ ഇതിന് ഇങ്ങനെ മറുപടിയുള്ളൂ. ചില മറുപടികൾ ഇങ്ങനെ കൊടുത്തേ പറ്റൂ. എന്റെ അടുത്ത് വല്ലാഹി ചോദ്യം തരരുത് ദയവ് ചെയ്ത്. തന്നാ ഇതേപോലെ കഴിവേണ്ടി വരും, സത്യമായിട്ട് കഴിവേണ്ടി വരും. വെറുതെ പള്ളിക്കകത്തിരുന്നുകൊണ്ട് ഞാൻ പറയാം. കാരണം എന്താണെന്നറിയോ? ചോദ്യം ചോദിക്കുന്നത് പഠിക്കാൻ വേണ്ടി ആയിരിക്കണം. ഇന്നൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉസ്താദ് എങ്ങനെ അവിടെ വെള്ളിയാഴ്ച ഉസ്താദ് വ്യാഴാഴ്ച രാത്രി വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമ്പർ എന്നിട്ട് ഉസ്താദ് ഒന്ന് വിളിച്ചാൽ മതി, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഇതൊരു ചോദ്യമാണ്. ഇത് അൽഹംദുലില്ലാഹ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതെ ഉസ്താദിന് പഠിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടല്ല.
അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം ഉസ്താദെ. എഴുത്തിക്കാവിനൊക്കെ വന്നിരുന്ന ഒരു ദിവസമൊക്കെ വരാൻ പറ്റുള്ളൂ, ബുദ്ധിമുട്ട് രോഗമൊക്കെയാണ്. ഞാൻ വന്നിരുന്ന ഒരു ബുക്കും പേപ്പറുമായിട്ട് വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചോട്ടെ. അത് അൽഹംദുലില്ലാ നല്ല മനസ്സാണ്. അത് ചോദിച്ചതിന് പോലും എൽമിന്റെ പ്രതിഫലമാണ്. അതൊരു നല്ല മനസ്സാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു പറയുന്നു മൂസ നബിയെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്തു കൊടുത്താൽ അവർ അൽഹംദുലില്ലാ എന്ന് പറയും, നന്ദി രേഖപ്പെടുത്തും. അള്ളാഹു എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്താൽ നന്ദി രേഖപ്പെടുത്തും. ഈ റമളാൻ നമുക്ക് അള്ളാഹു തന്നതിന്റെ നന്ദിയാണ് ഈ രാത്രി നമ്മൾ അള്ളാഹിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ ബുദ്ധിമുട്ടില്ലാതെ നോമ്പ് പിടിക്കാൻ, ഈ റമളാനിൽ അൽഹംദുലില്ലാ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും നമ്മളെല്ലാവരും കൊടുക്കണമല്ലോ, പാവപ്പെട്ടവരും കൊടുക്കണം, പാവപ്പെട്ടവരും കൊടുക്കണം. അതൊരു സന്തോഷമാണ്. സാധുക്കളുണ്ടല്ലോ പാവപ്പെട്ടവര്, അവരെന്ത് ചെയ്യുക? ഇവിടെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഒരാള് കാല് വയ്യാത്ത ഒരാള്, രണ്ട് കണ്ണ് കണ്ടുകൂടാത്ത ഒരാൾക്ക് അയാളെ കയ്യിൽ കിട്ടിയ പൈസ 10 രൂപ അതിട്ട് കൊടുത്തിട്ടാ പോയത്. അപ്പോ പാവപ്പെട്ടവർ തന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതങ്ങ് അവർക്ക് താഴ്ന്നവരെ അവർ സഹായിക്കുക. അത് സക്കാത്തിന്റെ മുതലൊന്നുമല്ല, അല്ലാതെ തന്നെ ഒരു സ്വതക്കയായിട്ടിരിക്കട്ടെ, സന്തോഷത്തിന് വേണ്ടി. അപ്പൊ നമ്മളെല്ലാവരും നമ്മളിൽപ്പെട്ട പാവപ്പെട്ടവരെയും സാധുക്കളെയൊക്കെ എന്തെങ്കിലുമൊക്കെ 10 രൂപ 20 രൂപ 50 രൂപ ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് വളരെ റാഹത്താക്കി അൽഹംദുലില്ലാ ആ ഒരു കടമ റമളാൻ അതിനൊക്കെ ഭാഗ്യം നമുക്ക് തന്നെങ്കിൽ അള്ളാഹുവിനോട് നന്ദിയാണ് ഈ രാത്രി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. രണ്ടാമത്തെ സ്വഭാവം എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കാ, നബിയേ, രണ്ടാമത് ഈ ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ സുന്ദരമായ ഭവനത്തിനകത്ത് കഴിയുന്ന രണ്ടാമത്തെ സ്വഭാവമുള്ളവരാരെന്നറിയോ? ഇദാ അസാബഹും സ്വബറൂ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ ക്ഷമിക്കും. ഇതെന്തോ ഒരു പടച്ചോന്, ഇത്രയും ഞാൻ ചെയ്തിട്ട് വീണ്ടും വീണ്ടും എനിക്കിട്ടേനെ പണി. അവൻ കള്ളു കുടിക്കുന്നു, അവൻ വ്യഭിചരിക്കുന്നു, അവൻ പലിശ വാങ്ങുന്നു, അവനൊന്നും ഒരു കുഴപ്പമില്ല, അവനൊന്നും ക്യാൻസർ ഇല്ല, അവനൊന്നും ട്യൂമർ ഇല്ല, അവനൊക്കെ തടിയും തന്റേടായിട്ട് നടക്കുമ്പോ എന്നും തറാവിക്ക് വന്ന എന്റെ കാലിൽ ആണി കയറിപ്പോ, ഇതെന്തോ ഒരു പടച്ചോനെ എന്ന് പടച്ചോനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇതെനിക്ക് അള്ളാഹു തന്നതാണ്. അൽഹംദുലില്ലാ. കാലല്ലേ പോയുള്ളൂ, കൈ പോയില്ലല്ലോ, അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാ. വർക്കല ഭാഗത്തൊരു അൽഹംദുലില്ലാ എന്ന് പറയുന്ന മുസ്ലിയാരുണ്ട്. അൽഹംദുലില്ലാ എന്ന പേര് എന്തു പറഞ്ഞാലും അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ചായ കുടിച്ചു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു മിനിറ്റിനകത്ത് 10-15 പ്രാവശ്യമെങ്കിലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. തെക്കുംഭാഗം പള്ളിയിലാണ് ജോലി. ഞാൻ വെറുതെ പറയണല്ല, പരവൂര് തെക്കുംഭാഗം പള്ളിയിലാണ് ജോലി. വർക്കല ഇപ്പോഴും ഉള്ള ആളാ. അൽഹംദുലില്ലാ എന്നാണ് നാട്ടുകാർ വിളിക്കണേ. അൽഹംദുലില്ലാ. അവിടെ ഒരു ദിവസം ഒരു വഴക്ക് നടന്നു. ഒരു സഹോദരൻ ചെന്ന ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചുപോയി. അപ്പൊ ഉസ്താദ് പറഞ്ഞു അൽഹംദുലില്ലാ. ഉടനെ ഇയാള് പറയാം, നിങ്ങൾ എന്തോ ഉസ്താദേ, നിങ്ങൾ എന്തൊരു മുസ്ലിയാരാ, ഇന്നാലില്ല പറയാനുള്ളതിന് പറയാം, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആകെ ഹറാബുണ്ടാക്കി. ആലോചിച്ച് നോക്കിയേ, ഇത് ആര് മരിച്ചാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ തന്നെയാണ്, അതിനൊരു സംശയമില്ല. പക്ഷേ അത് ഈ ഫീലിംഗ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആളുടെ മുമ്പ് പോയിട്ട് ഇപ്പൊ രോഗിയെ കണ്ട അൽഹംദുലില്ലാ എന്ന് പറയണമെന്നാണ്. നമ്മൾ കാണാൻ പോയി കിംസി കിടക്കുന്ന ഒരാളെ കണ്ടുടനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവൻ ട്രിപ്പറക്കണ കുപ്പിയിട്ട് നമ്മളെ മണ്ടയ്ക്ക് എറിഞ്ഞിരിക്കും. കാരണം സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കേണ്ടതുപോലെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അങ്ങനെയല്ല. രോഗിയെ കണ്ട അൽഹംദുലില്ലാ പറയണമെന്നുണ്ട്, ശുക്രിന്റെ സുജൂദ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് അവരറിയരുത്. നമ്മൾ പടച്ചവനോട് ചെയ്യുന്ന അള്ളാഹു എനിക്ക് ഞാൻ ബുദ്ധിമുട്ട് തന്നില്ലല്ലോ, അൽഹംദുലില്ലാ. എന്റെ 2 കണ്ണുണ്ടല്ലോ, അൽഹംദുലില്ലാ. എന്റെ കൈക്ക് കുഴപ്പമില്ലല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ ഈ 2 സ്വഭാവങ്ങൾ ഏതൊക്കെയാ? 2 സ്വഭാവം. ഒന്ന് നന്ദി രേഖപ്പെടുത്തുന്ന മനസ്സ്, മറ്റൊന്ന് ക്ഷമയുള്ള ശരീരം. ഇത് രണ്ടുമുള്ളവർക്കാണ് ഹദീറത്തുൽ ഖുദ്സ്. ഇനി സ്വർഗത്തിലെ മറ്റൊരു ഭവനമുണ്ട്. അത് ഹസൻ റളിയല്ലാഹു അൻഹു കണ്ട ഭവനമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു കണ്ട ഭവനമാണ്. കണ്ണുനീരോടുകൂടി മുത്തുനബിയുടെ മുമ്പ് വന്ന് പറഞ്ഞ ഭവനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉറക്കത്തിലൂടെ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ സ്വർഗത്തിന്റെ മാളികയുണ്ടല്ലോ, ഞാനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാളികയ്ക്ക് എത്രയോ സൗന്ദര്യമാണ്. ഈ സൗന്ദര്യമുള്ള മാളികയിലേക്ക് ആദ്യം കടക്കുന്നത് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, 2 പേര് പിണങ്ങിയിരിക്കുകയാ, 2 പേര് തർക്കിച്ചിരിക്കുകയാ, 2 പേര് ഉടക്കിക്കഴിയുകയാ. അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം ആരാണ് പോയി സലാം പറയുന്നത്? ഇനി നമ്മൾ തമ്മിൽ പിണക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ നഷ്ടങ്ങളും മറന്നുകൊണ്ട്, എല്ലാ ത്യാഗം സഹിച്ചുകൊണ്ട് ആദ്യം പോയിട്ട് സലാം പറയുന്നത് ആരാ? അവർക്കുള്ളതാണ് ഈ ഭവനമെന്ന് അള്ളാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ തമ്മിൽ പരസ്പരം ചെറുതായിട്ട് പിണങ്ങിയപ്പോൾ
ഇക്കയാണ് സ്വപ്നം കണ്ടത്. അനുജൻ മിണ്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തു. കാരണം എന്താ? എനിക്ക് ആദ്യം കിടക്കണ്ട, അനുജൻ ആദ്യം കിടക്കട്ടെ, ഞാനത് കണ്ടോളാം. മറിച്ച് ഞാൻ കിടക്കുന്നത് എന്റെ അനുജൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് ലജ്ജയാണ്, അനിയൻ ആദ്യം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഹസൻ റളിയല്ലാഹുവിന്റെ സലാം അനിയൻ വന്ന് പറയണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരുന്നു എന്ന്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീയല്ലേ മൂത്തവൻ, നീ പോയിട്ട് എന്താ സലാം പറയാത്തത്? ഇല്ല നബി, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അപ്പൊ ഇവൻ ആദ്യം വന്ന് സലാം പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതൊക്കെ സ്വർഗത്തിന്റെ 3 മാളയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മനോഹരമായ അരുവി, ആർക്കാണത് കൊടുക്കുക? അതുകൂടി പറഞ്ഞ് ഇന്ന് സമാപനമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചരിത്രം കൂടി സമ്മാനിക്കാൻ പോവാണ്. നല്ലൊരു ചരിത്രം, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു ചരിത്രം. ആ ചരിത്രം കൂടി പറഞ്ഞു വേണം ഇന്ന് ദിക്റും ദുആയിലേക്ക് നമുക്ക് കിടക്കാൻ. വൈകിയാലും കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. ആ ചരിത്രം നമ്മൾ കേൾക്കണം, അത് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ അമാനുഷികത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിന്റെ അരുവികൾ, ആ സ്വർഗത്തിന്റെ അരുവിയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഗുണവാന്മാര് സ്വർഗത്തിലും മോശവാന്മാര് ജഹീം എന്ന നരകത്തിലുമാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. എന്നിട്ടോ അല്ലാഹു പറയുകയാണ്, യുഫജ്ജിറൂനഹാ തഫ്ജീറാ യുഫജ്ജിറൂനഹാ തഫ്ജീറാ. സ്വർഗത്തിൽ അരുവികളെ കീറിയുണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. സ്വർഗത്തിൽ അരുവികളെ വിരൽ ചൂണ്ടിയിട്ട് ഇവിടെ എനിക്ക് പാലാറ് വേണമെന്ന് പറയുമ്പോൾ അവിടെ അത് വരിക, ഇവിടെ തേനാറെന്ന് പറയുമ്പോൾ അവിടെ അത് വരികയാണ്. അങ്ങനെ ഓരോ ഭാഗത്ത് അവര് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നത് ഇങ്ങനെ അള്ളാഹു കൊടുക്കാണ്. ഇവർക്ക് എന്താണ് ഗുണം? ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പദവി സ്വർഗത്തിൽ കിട്ടിയത്? ഖുർആൻ തന്നെ പറയുകയാണ്, യുഫജ്ജിറൂനഹാ തഫ്ജീറാ യൂഫൂന ബിന്നദർ. അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും അവർ നേർച്ചയാക്കിയാൽ അത് വീടുന്നവരാണ്. പടച്ചോന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവരാണവർ. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. പരലോകത്തെ പ്രതിഫല ദിവസത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണവർ. 2 സ്വഭാവമാണ് അവരെ പറഞ്ഞത്. ഇനി ഇവർക്ക് 3ാമതൊരു സ്വഭാവമുണ്ട്. അതാണ് നമ്മുടെ ചർച്ച. പരലോകത്ത് നമുക്ക് പേടിയുണ്ട്, അത് കടന്നു പോകാം. അല്ലാഹുവിനോട് നമ്മൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നിറവേറ്റൽ നിർബന്ധമാണ്. പടച്ചോന് വേണ്ടി നേർച്ചയാക്കിയാൽ അതും നമുക്ക് മനസ്സിലാക്കാം. 3ാമത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അവർക്കുള്ള 3ാമത്തെ സ്വഭാവം എന്താ? വയുത്ഇമൂന തുആ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അല്ലാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് പാവപ്പെട്ടവർക്കും അതുപോലെ സാധുക്കൾക്കും യതീമക്കൾക്കും അവർ ഭക്ഷണം കൊടുക്കും. ഇവർക്ക് 3 പേർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഭക്ഷണം അവർക്ക് 3 പേർക്ക് മാത്രമല്ല കൊടുക്കാൻ. ഇസ്ലാമിക ചരിത്രത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. അള്ളാഹു നമ്മുടെ ഈത്തിക്കാഫിനിടയിൽ നമുക്ക് കിട്ടുന്ന ആ ചായ കുടി, അതിനൊക്കെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അർഹമായ പ്രതിഫലം പടച്ചോൻ അവർക്കൊക്കെ കൊടുക്കട്ടെ. അതുപോലെ നോമ്പ് തുറക്കൊക്കെ വേണ്ടി എത്രയോ ആൾക്കാർ കാര്യമായ സഹായം ചെയ്യുന്നവരുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നവരുണ്ട്. അതൊന്നും ഇവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല. അതിങ്ങനെ നടക്കുകയല്ലേ. എന്റെ പേരെഴുതിക്കോ എന്ന് പറഞ്ഞതാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പള്ളിയിലും അതുപോലെ ഈ പരിസരത്തൊക്കെ ഉള്ള വലിയ വലിയ പള്ളികളിലൊക്കെ ക്യൂ ആണ് കൊടുക്കാൻ. വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവെക്കണേ ഉള്ളൂ. ക്യൂ ആണ് കൊടുക്കാൻ. നമ്മുടെ ഈ പള്ളിയിൽ ഒരു സ്വർണ്ണക്കടയുടെ ആൾക്കാര് മഗ്‌രിബിന്റെ സമയത്ത് ഒരു വലിയ ഓരോ കിറ്റ് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. എല്ലാ പള്ളിയിലും ഇവിടെ കൊടുക്കാൻ കൊണ്ടുവന്നു. അത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇവിടെ ആദ്യമേ തന്നെ കുറെ പിന്നെ മോശത്തരമായ പൈസയുള്ളവര്, നമുക്കൊന്നും പറയാനും ഒന്നും ചെയ്യാനും തെളിവും ഒന്നുമില്ല. ആര് പലിശ വാങ്ങുന്നു, ആര് കൊടുക്കുന്നു, ആര് തിന്നുന്നു, അതിനൊന്നും നമുക്ക് നമ്മുടെ മുന്നിൽ തെളിവില്ല. ആൾക്കാർ പറയണ കേൾക്കാന്നല്ലാതെ അവരൊന്നും കുറ്റപ്പെടുത്തിയിട്ടും അർത്ഥമില്ല. എന്റെ പറയും കാരണം എന്താണെന്നറിയോ? അവര് വാങ്ങുന്നത് വ്യക്തമായ തെളിവ് നമുക്കുണ്ടെങ്കിലേ അവൻ പലിശക്കാരനാണ്. ഞാൻ അയാളെടുത്ത് പോയി, ഇപ്പൊ ഒരാൾ പറയാണ് ഉസ്താദിന്റെ അടുത്ത് പോയി ഞാൻ ഒരു 50,000 രൂപ വാങ്ങിച്ചു, ഉസ്താദ് പറഞ്ഞ് 10,000 രൂപ അടുത്ത മാസം പലിശയ്ക്ക് തരണം, അല്ല കാക്കട്ടെ, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് പലിശ, അങ്ങനെ ആയ ഒരുപാട് പേരുണ്ട്.
അങ്ങനെ പലിശക്കാരനെന്ന് പേര് വീണ ധാരാളം പേരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോ അങ്ങനെ ഹറാമായ ഭക്ഷണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് പിന്നെ ക്രിസ്ത്യാനിയായ ഒരു വിഭാഗത്തിൽ നോമ്പ് തുറക്കാൻ കൊണ്ടുവരുമ്പോ നോമ്പ് തുറക്കാൻ എന്റെ അടുത്ത് വന്ന പരിപാലകർ ചോദിച്ചു എന്ത് ചെയ്യണം ഉസ്താദേ? ഞാൻ പറഞ്ഞു നോമ്പ് തുറക്കാൻ വേണ്ട, അല്ലാതെ തറാവി കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുത്തു. കാരണം എന്താ, ഹൈന്ദവരുടെ ഭക്ഷണമാണെങ്കിലും അവരുടെ പൂജ കഴിച്ച പാറ്റുകാൽ പൊങ്കാലയും അരവണയും അതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. അതിൽ ഉപയോഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ അപ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. ഉപയോഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കൽ കറാഹത്താണ്, ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ച ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി അത് ഉപയോഗിക്കണ്ട, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കേണ്ട. കാരണം അത് അള്ളാഹു നമുക്ക് തന്ന ഒരു സന്തോഷത്തിന്റെ വേളയാണ്. ആ ഭക്ഷണം അൽഹംദുലില്ലാ നമ്മുടെ കാരയ്ക്ക നമുക്ക് ഹൈറായ രീതിയിലൂടെ വന്ന സമ്പാദ്യം. തറാവി കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിപ്പോ മതസൗഹാർദ്ദമൊക്കെ നിലനിൽക്കുന്ന നാടാണ്, നമ്മൾ കൊടുത്തിട്ട് വാങ്ങിയില്ല ഒരു പിത്തിനയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് അല്ല നോമ്പ് തുറക്കണ സമയത്തല്ല, ഈ സമയത്ത് അത് ഹറാമായ ഭക്ഷണം ആയിരിക്കില്ലോ. ഇപ്പൊ ക്രിസ്ത്യാനിയായ ഒരാളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് ഏത് രീതിയിൽ ഇനി വ്യാഖ്യാനിക്കപ്പെട്ടാലും അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നിട്ടും എന്റെ പ്രിയമുള്ളവരെ അർഹതപ്പെട്ടവർ കൊടുക്കാൻ കഴിയുവാണ് എല്ലാ സന്ദർഭത്തിലും. അപ്പൊ അങ്ങനെ ധാരാളം പേരുണ്ട്, എത്ര കൊടുത്തിട്ടും മതി വരാത്ത ധാരാളം പേരുണ്ട്. അള്ളാഹു അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മുത്തഅല്ലിമീങ്ങളുണ്ട്. മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിന് പണ്ടായിരുന്നു അതൊക്കെ. ഇന്ന് നമ്മളിപ്പോ ചോദിക്കും, ദൂരെയുള്ള ആൾക്കാരെ നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് വളർത്തിയിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ വളർന്നവരാ നമ്മളൊക്കെ. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ, ആഫിലീങ്ങൾ, അതൊക്കെ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഈ വിഭാഗത്തിനൊക്കെ കൊടുത്ത വലിയ പുണ്യമാണ്. അള്ളാഹു ഭാഗ്യം പെരുമാറാകട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സഹാബികൾക്കും പ്രവാചകനും ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരു സഹാബിയുണ്ട്. സഹാബികൾക്കും പ്രവാചകനും ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരു സഹാബിയുണ്ട്. ഏത് സഹാബിയാണെന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നല്ല സമ്പന്നനായിരുന്നു. അള്ളാഹു ധാരാളം സ്വത്ത് കൊടുത്ത ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എവരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. ചരിത്രത്തിലേക്ക് കിടക്കാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എവർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം, ഈ ചരിത്രം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സദ്യയൊക്കെ ഒരുക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വലിയ കൺകുളിർമയാണ്. തന്റെ വീട്ടിലിരുന്ന് ഇത്രയും പേര് ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിൽ അൽഹംദുലില്ലാഹ് ഒരു റാഹത്ത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം സഹാബികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു. ഭക്ഷണം ഇങ്ങനെ മുമ്പ് നിരത്തി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോടായി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹാബ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ. സഹാബികൾ ഉറച്ച ആമീനും പറഞ്ഞു. എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നപ്പോൾ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരുടെ മുന്നിലും ഭക്ഷണം കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലും ഭക്ഷണം കൊണ്ടുവന്നു. പക്ഷെ അലി റളിയല്ലാഹു അൻഹു കഴിക്കാനായി ഒരൽപ്പം ഭക്ഷണം തന്റെ വലത് കൈ കൊണ്ടെടുത്തിട്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി പൊട്ടിക്കരയാൻ തുടങ്ങി. അടുത്തിരുന്ന സഹാബികൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ കണ്ണുനീര് തുടച്ചുകൊണ്ട് കരച്ചിൽ മാറ്റാൻ അലി റളിയല്ലാഹു അൻഹു ശ്രമം നടത്തി. ഒരൽപ്പം പോലും ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല. രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. സഹിക്കാൻ പറ്റാത്ത വേദനയോടെ, പ്രയാസത്തോടെ, നിറകണ്ണുകളോടെ അലി റളിയല്ലാഹു തആല അൻഹു കണ്ണുനീരൊഴിപ്പിക്കുകയാണ്. സഹാബികളോട് ആരോടും ഒരു കാര്യം പറഞ്ഞില്ല. അവസാനം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചെല്ലാവരും ഇറങ്ങി. അലി റളിയല്ലാഹു അൻഹു വേദനയോടെ, പ്രയാസത്തോടെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. വീട്ടിൽ വരുമ്പോൾ അവിടെ ഒരു ഭാര്യയുണ്ട്. എന്റെയും നിങ്ങളുടെയും ഭാര്യയെ പോലെയല്ല. വേദനയോടുകൂടി ഭർത്താവ് കടന്നു വന്നാൽ ആ വേദന മാറ്റിക്കൊടുക്കൽ എന്റെ ബാധ്യതയാണെന്ന് പഠിപ്പുള്ള പെണ്ണായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവനായ ഭർത്താവ് ഈ സ്ഥലത്ത് നിന്ന് എവിടെയോ പോയിട്ട് മടങ്ങി വരുന്നത് ദുഃഖത്തോടുകൂടിയാണ്, വേദനയോടുകൂടിയാണ്, നിറഞ്ഞ കണ്ണുനീരോടുകൂടിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അലിയാരിതങ്ങളെ, നിങ്ങൾ എന്തിനാ കരയുന്നത് തങ്ങളെ? നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത് തങ്ങളെ? അലി റളിയല്ലാഹു
എന്ന് പറഞ്ഞ പെണ്ണെ, എന്റെ വേദന നിന്നോട് പറഞ്ഞാ നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റൂല, നിന്നെ കൊണ്ട് നിന്നെ പ്രതിവിധി കാണാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ കരളാണ് ഞാനെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ദുഃഖിക്കുന്നത് ആ വിഷയത്തിന് പരിഹാരം എന്തു തന്നെയാണെങ്കിലും കണ്ടിരിക്കുമല്ലേ. കാരണം നിങ്ങൾ ഇത്രത്തോളം കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ഇത്രത്തോളം വേദനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇത്രത്തോളം നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ആരിതങ്ങളെ എന്താണ് കാരണമെന്ന് പറയാൻ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിന്റെ കത്തളത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്തുകൊണ്ടാ നമ്മൾ പാവപ്പെട്ടവരായി പോയത്? ചോദ്യമാണ്, എന്തുകൊണ്ട് നമ്മൾ സാധുക്കളായി? അലി റളിയല്ലാഹു അൻഹു ജീവചരിത്രം പറയുന്നു, അദ്ദേഹം ഈന്തപ്പന തോട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന പുല്ല് ചെത്തിയെടുക്കുന്ന ജോലിയാണ്. അതുകൊണ്ടുപോയി അതിനെ അവിടെ നിന്ന് എടുക്കുമ്പോൾ അവർ കാശ് കൊടുക്കും, അത് കൊണ്ടുപോയി വിൽക്കുമ്പോൾ അവർ കാശ് കൊടുക്കും. അതുകൊണ്ടുവന്ന് ഉദരപൂരണം നടത്തുന്ന സാധുവായ സഹോദരനാണ് വീരപ്പുലി എന്ന് പിന്നീട് ചരിത്രം പറഞ്ഞ അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹു. ആ ബഹുമാനപ്പെട്ടവർ ചോദിക്കാൻ, ഫാത്തിമ നമ്മളെന്ത് പാവപ്പെട്ടവരായി പോയി, കാശില്ലാത്തവരായി പോയി? ഫാത്തിമ ബീവി ചോദിച്ചു, എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇത്രയും നാളും അങ്ങനെ ഒരു വിഷമമില്ലായിരുന്നല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയാ, പൈസ ഉണ്ടായിരുന്നെങ്കിൽ, കാശുണ്ടായിരുന്നെങ്കിൽ എന്റെ ഉസ്മാന് കിട്ടിയ പ്രതിഫലം ഇന്ന് എനിക്ക് കിട്ടുമായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉസ്മാൻ എന്താ പ്രതിഫലം കിട്ടിയത്? ഉസ്മാൻ എന്താ പ്രതിഫലം കിട്ടിയത്? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട ഉസ്മാന് അല്ലാഹു പണം കൊടുത്തല്ലോ, അതുകൊണ്ട് ഉസ്മാന് കിട്ടിയ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് ചെന്നിരുന്നിട്ട് സഹാബികളോടായി പറഞ്ഞു, ഫാത്തിമ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുകയാ. എന്റെ ഉസ്മാന് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു. ഫാത്തിമ അത് എനിക്ക് കിട്ടിയില്ലല്ലോ, അതെനിക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ പാവപ്പെട്ടവനായി പോയല്ലോ, ഞാൻ സാധുവായി പോയല്ലോ, ഞാൻ കൂലിവേലക്കാരനായി പോയല്ലോ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയിലായി പോകുമല്ലോ. അത്രത്തോളം കഷ്ടപ്പെട്ടവനായി ഞാൻ മാറിപ്പോയല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. കണ്ണുനീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ ചോദിച്ചത്, ഭർത്താവ് കരയണത് സഹിക്കാൻ പറ്റാത്തോണ്ടാ ചോദിച്ചത്. നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണോ? അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. നിങ്ങളിതാ ഈ രാത്രിയിൽ എന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞോ, നാളെ ഫാത്തിമയും അലിയും റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും പ്രവാചകരെ, ഇന്നലെ ഉസ്മാന്റെ വീട്ടിൽ പോയ സഹാബികളെക്കാളും കൂടുതൽ സഹാബികളുമായിട്ട് നബിയെ ആ ചെറ്റക്കുടിലേക്ക് നിങ്ങൾ വരണം, നാളെ നിങ്ങൾക്ക് അവിടെയാണ് ഭക്ഷണം ചെന്ന് പറയാം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഫാത്തിമ എന്നെ എന്തിനാ പരീക്ഷിക്കണേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, കണ്ണുനീരൊഴിക്കുന്ന ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കൽ ഒരു ഭാര്യയുടെ കടമയാണെങ്കിൽ ലോകത്ത് ഫാത്തിമ എന്ന ഭാര്യയ്ക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ ഇനി ഇതിനു ശേഷം വരുന്ന ഒരു ഭാര്യയ്ക്കും സാധിക്കില്ല. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കും, ഉറപ്പ് പറയാൻ ധൈര്യമായിട്ട് നിങ്ങൾ പോയി വിളിച്ചു. അലി റളിയല്ലാഹു അൻഹു ഓടി മുത്തുനബിയോട് പറഞ്ഞു, നബിയെ നാളെ എന്റെ വീട്ടിലാണ് ഭക്ഷണം. അള്ളാന്റെ റസൂലിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, നാളെ എന്റെ വീട്ടിലാണ് ഭക്ഷണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ആവേശം കണ്ടപ്പോൾ റസൂലുള്ളാഹി ഒന്നും ചോദിച്ചില്ല, സമ്മതിച്ചു, ഇൻഷാ അല്ലാഹ്. അങ്ങനെ അള്ളാന്റെ ഹബീബ് സഹാബികളോടൊക്കെ അറിയിച്ചു. അലി റളിയല്ലാഹു അൻഹു ഓടി വീട്ടിൽ വന്നപ്പോ അന്ന് ഭക്ഷണം തയ്യാറാക്കുന്ന വലിയ പാത്രം, അന്നത്തെ പാത്രത്തിൽ ഏറ്റവും വലുത്, ഇന്നിപ്പോ നമുക്ക് ചെമ്പായിട്ട് കണക്കാക്കാം. അന്നത്തെ പാത്രത്തിൽ അന്ന് സാധാരണ അവിടെ ഏത് ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് ഈ വിഭവസമൃദ്ധമായ സദ്യക്ക് ഭക്ഷണം വെക്കാനായി ഏത് പാത്രമാണ് ഉപയോഗിക്കുക, ആ പാത്രം അത് പാചകം ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് വലിയ അടപ്പിട്ട് മൂടി വെച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ അതിനടുത്തിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഭർത്താവിന്റെ മനസ്സിന് വല്ലാത്ത ആഗ്രഹമാണ് കുറച്ചു പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. എത്ര രൂപ സമ്പാദിച്ചു അട്ടക്കുളങ്ങരയിലുള്ളവരെ,
നമ്മുടെ വീട്ടിന്റെ അകത്ത് നമ്മുടെ മുമ്പിലുള്ള ഒരു 10 പേരെ വിളിച്ചു കൊണ്ടുപോയി നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇഫ്താർ നടത്തി മന്ത്രി വന്നു, MLA വന്നു, അച്യുതാനന്ദൻ വന്നു, കരുണാകരൻ വന്നു, കഞ്ഞി കുടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ മുമ്പ് അർത്ഥമില്ല. എത്ര കണ്ണ് കണ്ടുകൂടാത്തവർ, എത്ര കാലില്ലാത്തവർ, എത്ര പട്ടിണിപ്പാവങ്ങൾ നിന്റെ വീടിന്റെ, നിന്റെ ടൈൽസിന്റെ, നിന്റെ ഗ്രാനൈറ്റിന്റെ അകത്തളത്ത് വന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് എത്ര പേര് നോമ്പ് മുറിച്ചെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ ഇതിനകത്തിരിക്കുന്ന ഒരു സമ്പന്നനെങ്കിലും പറയാൻ പറ്റോ, എന്റെ വീട് ഞാൻ തുറന്നു കൊടുത്തു, ഒരു 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പറയാ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്കും സാധിക്കില്ല. കാരണം എന്താ? നമ്മുടെ വീട്ടിന്റെ അകത്ത് പാവപ്പെട്ടവർ കയറാൻ പാടില്ല. നമ്മൾ പണം കൊണ്ട് നിർമ്മിച്ച കൊട്ടാരമാണ്. അത് പണക്കാർക്കുള്ളതാണ്, അത് സമ്പന്നർക്കുള്ളതാണ്, അത് കാശുകാർക്ക് മാത്രമുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ, എന്റെ ഹബീബാന പ്രവാചകരുടെ മുഅ്ജിസത്ത് കൊണ്ട് നാളെ ഈ പാത്രം നിറച്ച് ഭക്ഷണം തരണേ അല്ലാ. എന്റെ അലിയാര് തങ്ങൾ കൂലിവേലക്കാരനാണ്. നമ്മൾ പോലും എത്രയോ ദിവസം കൊണ്ട് പട്ടിണിയാണ്, നമ്മൾ പോലും എത്രയോ ദിവസം കൊണ്ട് കഷ്ടപ്പാടിലാണ്. നമുക്കെങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആഗ്രഹം സഫലമാക്കണേ അല്ലാ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, പിറ്റേന്ന് നേരം എത്ര പെട്ടെന്നാണ് വെളുത്തത് എന്ന് അലിയാർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്ത സന്തോഷമാണ്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ, ഹബീബും സഹാബികളും വരാറായി ഫാത്തിമ, എന്റെ മുത്തുനബിയും സഹാബികൾ വരാറായി ഫാത്തിമ. ഈ വീട്ടിനകത്ത് വരുമ്പോ അവരെ അവഹേളിക്കപ്പെടുമോ? അവരെ കളിയാക്കപ്പെടുമോ? അവര് വേദനിക്കേണ്ടി വരുമോ? ഫാത്തിമ, എന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് അവരെ പോയി വിളിച്ചത്, ഞാനാണ് അവരെ പോയി വിളിച്ചത്. എന്റെ വീട്ടിലേക്കാണ് അവര് വരിക. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണോ ഫാത്തിമ? അതെനിക്ക് താങ്ങാൻ പറ്റുമോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫാത്തിമത്തു ബിദ്അത്തു മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണെന്ന് എന്റെ ഹബീബ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹബീബിന്റെ പൊന്നുമോളാണ് ഞാനെങ്കിലോ ഇൻഷാ അല്ലാഹ് നമ്മൾ ഭക്ഷണം കൊടുത്തിരിക്കുമല്ലേ. അവസാനം സമയമായി. അല്ലാഹുവിന്റെ റസൂല് വരാൻ, അള്ളാന്റെ ഹബീബ് വരാൻ സമയമായി. സഹാബികൾ കടന്നു വരികയാണ്. അലിയാർ തങ്ങളുടെ ചെറ്റക്കുടലിന്റെ അകത്ത് ഒരു ഒരുക്കവുമില്ല, ഒരു തയ്യാറെടുപ്പുമില്ല. 2 പാവപ്പെട്ടവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ്. അള്ളാന്റെ റസൂലും സഹാബികളും വന്നിരുന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് ആ പാത്രത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അടപ്പൊന്ന് ഇളക്കണം അലിയേ, അതിന്റെ അടപ്പൊന്ന് ഇളക്കി നോക്കണം അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, ഞാൻ തന്നെ അത് ചെയ്യണമോ ഫാത്തിമ? എന്റെ മനസ്സ് പിടിച്ചാൽ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയണില്ല ഫാത്തിമ. അലിയാർ തങ്ങളുടെ വീരനായ ധീരനാര വീരപുലിയാര യുദ്ധത്തിന്റെ ചുണക്കുട്ടനാര, ശത്രുക്കൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന തന്റെ ഇടമുള്ള ചുറുചുറുക്കുള്ള അലിയാർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം ഒരു ഭക്ഷണ സാധനവും പാത്രത്തിനകത്ത് ഇട്ടിട്ടില്ല. പാവപ്പെട്ടവരാണ്. അള്ളാന്റെ റസൂല് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ആ പാത്രത്തിന്റെ അടുത്ത് ചെന്നിട്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അവിടുന്ന് പാവപ്പെട്ട അലിയിനോട് മാപ്പാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രത്തിന്റെ മൂടി അങ്ങോട്ട് മാറ്റേണ്ട സമയം, സുബ്ഹാനല്ലാഹ്, അന്ന് വരെ മദീന കാണാത്ത ഭക്ഷണം, അന്ന് വരെ മദീനയില് ഒരാളുടെ എത്ര സമ്പന്നനാണെങ്കിലും അവരുടെ വീട്ടിന്റെ അകത്തില്ലാത്ത ഭക്ഷണത്തിന്റെ സ്വാദത ആ
പാത്രത്തിനകത്ത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു അതിന്റെ മുമ്പേ ഒന്ന് ഓടി പുറത്തിറങ്ങുകയാ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ചെന്നിട്ട് ആ കാൽക്കലേക്ക് വീണുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുത്തെ മകളുണ്ടല്ലോ, പത്തര മാറ്റാണ് നബിയേ, അവിടുത്തെ മകളുണ്ടല്ലോ, ആ മകളെ എനിക്ക് തന്നതിന് പകരം അവിടത്തേക്ക് എന്ത് തന്നാലും മതി വരൂല നബിയേ, അവിടുത്തെ മകളുണ്ടല്ലോ, പത്തര മാറ്റാണ് നബിയേ, സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, അലിയേ, ഈ കാര്യം ഉണ്ടല്ലോ, ഇത് ഇന്നലെ എനിക്കറിയാമായിരുന്നു. ഇവിടെ ഞാൻ ഈ സഹാബികളെയും കൊണ്ട് ഇല്ലെങ്കിൽ ഈ ചെറ്റക്കുടിലേക്ക് വരാൻ ഞാൻ ധൈര്യം കാണിക്കുമോ അലിയേ? ഇല്ലെങ്കിൽ നിനക്ക് കൂലിവേലയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല, സുന്നത്ത് നോമ്പ് പോലും ഒരു കാരക്കയെ മൂന്നായി മുറിച്ചുകൊണ്ട് കഴിച്ച നീ ഇത്രയും സഹാബികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോ ഇവരെയും കൊണ്ടുവരാൻ ഞാൻ എന്താ മണ്ടനാണോ? അവിടെ അത്ഭുതം നടക്കുമെന്ന് അറിവുള്ളത് കൊണ്ടാ ഞാൻ വന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മനുഷ്യനാണോ? അല്ലാഹുവിന്റെ റസൂൽ ആണോ? അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണോ? ഇല്ല. ഹബീബായ പ്രവാചകർ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് 10ാമത്തെ വയസ്സിൽ നബിക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിരുന്നത് യാ ബുനയ്യ എന്നാണ്. അങ്ങനെ ഒരുപാട് ഹദീസുണ്ട്. യാ ബുനയ്യ എന്ന് വിളിച്ച ധാരാളം ഹദീസുണ്ട്. അനബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന ആയത്തിന്റെ ശീർഷകത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അത്ഭുതകരമായ പ്രഭാഷണം ബഹുമാനപ്പെട്ട പ്രവാചകൻ യാ ബുനയ്യ ഇൻ ഖദർതാം തുസ്ബിഹാ വതുംസിയ വലൈസ ഫീ ഖൽബിക ഇസ്സുൽ അഹദിൻ ഫഫൽ ദാലിക മിൻ സുന്നത്തി മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അനസ് റളിയല്ലാഹു തആല അൻഹു 10ാമത്തെ വയസ്സിൽ പ്രവാചകന് സേവനം ചെയ്യാൻ വന്നു. അവസാനം അനസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു തആല അൻഹു 90 കൊല്ലം 80 കൊല്ലം ജീവിച്ചിരുത്തു എന്ന് പറയാം. 100ാമത്തെ വയസ്സിലാണ് ഈ സേവകനായ അനസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. പ്രവാചകന് 10ാമത്തെ വയസ്സിൽ വന്നു 10 കൊല്ലം സേവനം ചെയ്തു. പിന്നെ 80 കൊല്ലം ജീവിച്ചു. 20ാമത്തെ വയസ്സായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് പ്രവാചകർ വഫാത്തായി. അന്ന് അനസ് റളിയല്ലാഹു അൻഹു 20 വയസ്സാണ്. അതിനുശേഷം 80 കൊല്ലം കൂടി ജീവിച്ചു. 100ാമത്തെ വയസ്സിൽ അനസ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു തന്റെ വലത്തെ കൈകൊണ്ട് കവിളിൽ ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ മണപ്പിക്കുകയാണ്. ഒരു പ്രിയപ്പെട്ട അനുയായി എന്ന് ചോദിച്ചു, എന്താ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുകയാണല്ലോ ഈ വേളയിൽ? ആ സമയം അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, 80 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഈ കവളത്ത് തടവിയിട്ട് യാ ബുനയ്യ, എന്റെ മോനെ, എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചപ്പോ അന്നൊരു വല്ലാത്ത സുഗന്ധം എന്റെ കവളിലുണ്ടായി. ആ സുഗന്ധത്തിന്റെ ഗന്ധം അൽഹംദുലില്ലാഹ് ഇപ്പോഴും 80 കൊല്ലം കഴിഞ്ഞു. അത്തറിന്റെ മണമല്ല, മുല്ലപ്പൂവിന്റെയും പിച്ചിപ്പൂവിന്റെയും ഗന്ധമല്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ പ്രവാചകന്റെ കവിളത്ത് തൊട്ട ആ ഒരു സുഗന്ധം 80 കൊല്ലം കഴിഞ്ഞ് ഞാൻ വഫാത്താകുന്ന ഈ സമയത്ത് പോലും എനിക്ക് അനുഭവിക്കാൻ പറ്റുക. അതാണ് ഞാനിങ്ങനെ തൊട്ട് എന്റെ മരണവേദന മാറാൻ ആ മുത്തുനബിയുടെ മണം തൊട്ടെടുത്തതാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ അള്ളാഹു ഇന്ന് സ്വലാത്ത് കൊണ്ട് നമ്മുടെ ദുആ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ മാനസികമായ സമ്മർദ്ദങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനിക ശക്തി അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്ർ തുടങ്ങാൻ പോവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ മസ്ജിദിനകത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ദിക്ർ ചെല്ലാനായി മുഖം കഴിയേണ്ടവരങ്ങനെ ഉളൂടിക്കേണ്ടവർ അങ്ങനെ പെട്ടെന്ന് വേണം, സമയമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്യണം, പെട്ടെന്ന് ദിക്ർ ചെല്ലണം. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്